പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. വന്ദനായ ഷിബുവച്ചൻ, പ്രിയനായ ജിതിനച്ചൻ, കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധ മർത്തമാസ്ലേഹായുടെ സാന്നിധ്യവും സാമീപ്യവുമുള്ള ഈ ദേവാലയത്തിൽ രക്തസാക്ഷിത്വ മരണം പ്രാപിച്ച പരിശുദ്ധ സ്ലീഹായുടെ സാന്നിധ്യത്തോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം ഈ 3 നോയമ്പിൻ്റെ ഈ നടുവിലത്തെ ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട്, കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവവചനങ്ങളുടെ ആന്തരികവും നിഗൂഢവുമായ രഹസ്യങ്ങളിലേക്ക് അല്പസമയം കാതോർക്കാം. ഞാൻ സാധാരണ ഇതുപോലെയുള്ള ധ്യാനചിന്തകളിൽ അല്ലെങ്കിൽ ധ്യാനോത്ഭകമായ കൂട്ടായ്മകളിൽ പങ്കെടുക്കുമ്പോൾ വേദപുസ്തകത്തിലെ വാക്യമെടുത്ത് ഒന്നും പ്രത്യേകിച്ച് പറയാറില്ല. കാരണം ഇത് ധ്യാനമാണ്. ധ്യാനത്തിന് ദൈവിക രഹസ്യങ്ങളെ നമുക്ക് ഒരുമിച്ചിരുന്ന് കർത്തൃസന്നിധിയിൽ നിന്ന് ചിന്തിക്കുവാനുള്ള ഒരു വലിയ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നതിനെ പൂർണ്ണമായിട്ട് മുതലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടോ ഒരുപാട് ആരാധനകൾ കണ്ടുപോയി എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമാകില്ല. നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടണം. ഞാൻ വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊന്നും കേട്ടിട്ട് നമുക്ക് മാറ്റം വരാത്തത്? വെളിവ് വരുന്നില്ല. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു വെളിവീയടിയാർ എന്നാണ്. വെളിവീയടിയാർ. അപ്പൊ വെളിപാടുകൾ കിട്ടണം. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടിനാൽ അത്രേ ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നത്. പത്രോസ് ശ്ലീഹായുടെ കർത്താവ് പറഞ്ഞു, ശിമോനെ, ജഡരക്തങ്ങളല്ല പിന്നെന്താണ് നിനക്ക് വെളിപ്പെട്ടു വന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എന്നാണ്. നിന്നോട് പറഞ്ഞതെന്നല്ല, നീ ഊഹിച്ചെടുത്തതെന്നല്ല. എപ്പോഴാണ്? കർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കുന്നു? പലരും പലത് പറഞ്ഞു. ചിലർ പറഞ്ഞു ഏലിയാവാണ്, ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണ്. അപ്പോൾ പത്രോസ് ചാടി എണ്ണീറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞതാണ്, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പം വെളിപ്പാടുകൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചിലർക്ക് മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമല്ല. കർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ഈ വചനത്തിൻ്റെയും ക്രിസ്തു സാമീപ്യത്തിൻ്റെയും രഹസ്യത്തിൻ്റെ ആനന്ദത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം ഒന്നെടുത്ത് വായിച്ചാൽ അവിടെ 45-ാം അധ്യായം 3-ാം വാക്യം, 45-ാം അധ്യായം 3-ാം വാക്യം, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ നീ എന്ന് അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തങ്ങളെയും നിനക്ക് തരും. നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം. നമുക്ക് ധ്യാനോത്മകമായ കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതുള്ളതുകൊണ്ടാണ് വചനം വായിക്കുന്നത്. വേദപുസ്തകമുള്ളവരെല്ലാം അത് തുറക്കുകയും അതിലേക്ക് നിങ്ങളുടെ കണ്ണ് പതിപ്പിക്കുകയും ചെയ്യണം. കണ്ണ് വിശുദ്ധമാകുവാൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് വേദപുസ്തക വായന, ധ്യാനം. അങ്ങനെ കണ്ണും നമ്മുടെ മറ്റിന്ദ്രിയങ്ങളും വിശുദ്ധമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആത്മാവിൽ വെളിച്ചങ്ങൾ കർത്താവ് തരികയുള്ളൂ. അതായത് കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ വിശുദ്ധി ആവശ്യമാണ്. അപ്പോൾ കണ്ണ് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ജഡത്തിൻ്റെ ആസക്തിയിൽ പെടുത്തിയിരിക്കുന്നത് കണ്ണിൻ്റെ മോഹത്തിൻ്റെ അടിമത്തത്തിലാണ്. കണ്ണാണ് ആദ്യം നമ്മളെ പല മോഹങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. അതിനെ തിരിച്ചുവിടുവാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് വചനത്തിലേക്കുള്ള നോട്ടം.
നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു. അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം തന്നെ 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇയ്യോബ് കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. എന്താണ് കണ്ണുമായിട്ട് ചെയ്തിരുന്ന ഉടമ്പടി? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളത് കണ്ണിനെ മലിനപ്പെടുത്തുന്ന ഒന്നും കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന ഒന്നും ഞാൻ കാണുകയില്ല എന്ന് കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിനുവ നൊയമ്പിൽ നമുക്ക് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കണം. വചനങ്ങൾ കേട്ടുപോയിട്ട് മാത്രം കാര്യമില്ല. ഉണ്ടോ? അങ്ങനെ കേട്ട് മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുന്നവരാണെന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിലുണ്ട്. വായിക്കാമോ? യാക്കോബിന് എഴുതിയ ലേഖനം, യാക്കോബിന് എഴുതിയതല്ല, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വായിക്കാമോ? വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. അപ്പോൾ ഇത് പ്രമാണിക്കണം. ഇത് പ്രമാണിക്കാൻ വെറുതെ സാധ്യമാകുകയില്ല. ദൈവത്തിന്റെ പ്രമാണം, അതായത് കർത്താവിന്റെ പുതിയ നിയമത്തിന്റെ പ്രമാണം വെറുതെ പ്രമാണിക്കാൻ പറ്റില്ല. ഇതിന് എന്ത് വേണമെന്നറിയാമോ? ശക്തി വേണം. ശക്തിയില്ലാതെ പറ്റില്ല. കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ട് പോകാൻ പറ്റും, പക്ഷെ ശക്തി ഇല്ലെങ്കിൽ ഈ ഉടമ്പടി പ്രമാണിക്കുവാൻ പറ്റില്ല. അത്രയ്ക്ക് ഭീകരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ പിശാച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയബോധ വിചാര മണ്ഡലങ്ങളിലാണ്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് അല്പം കഴിഞ്ഞിട്ട് പ്രവേശിക്കാം. ഏതായാലും നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യത്തക്കവണ്ണം നമ്മളെ തന്നെ വിശദീകരിച്ച് തല താഴ്ത്തി ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് നമ്മളുടെ അവസ്ഥയെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ശിരസ്സുകളെ നമ്മെ കുനിഞ്ഞിരിക്കാം. ഞാൻ ഈ വായിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടേതായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അല്പസമയം ഇരിക്കണം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളത് പറയണം, ഉറച്ചു പറയുകയും വേണം. അതെനിക്ക് വ്യക്തമായിട്ട് കേൾക്കത്തക്കവണ്ണം അത് ഉറച്ച് പറയുക. നമ്മളിപ്പോൾ അനുതാപത്തിന്റെ സമയമാണ്. ഈ 3 നോയമ്പ് മുഴുവനും നമ്മൾ അനുതപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുള്ള സമയമാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചു, ഒരു മാലാഖയെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. ദൈവം പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടത് ശേഖരിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ മാലാഖ പോയി. പല മാലാഖമാരും പോയി. അവർ പലതും ശേഖരിച്ചുകൊണ്ട് വന്നു. വിലയേറിയ രത്നം, വെള്ളി, പൊന്ന്, മനുഷ്യന്റെ പ്രാർത്ഥനകളെല്ലാം കൊണ്ടുവന്നു. ഒരു കുഞ്ഞു മാലാഖയുടെ കയ്യിൽ 2 തുള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ അവൻ കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഈ കണ്ണുനീരാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് നമ്മളുടെ ശിരസ്സുകളെ നിങ്ങൾ താഴെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ ശരീരത്തെ വീണ്ടും വളയ്ക്കുക. ഇത് ബുദ്ധിമുട്ടാണെന്നറിയാം. ശരീരത്തിന് വേദന കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അതുമായിട്ടുള്ള സെദറ പ്രാർത്ഥനകളുണ്ട്. ഞാനിന്ന് നിങ്ങളോട് കൂടുതലും പറയുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരുടെ 2-3 സെദറ പ്രാർത്ഥനകളിലെ കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ പറയുക. യേശുവമ്പുരാനെ, ഞാൻ മഹാപാപിയാണ്, കരുണയ്ക്ക് അർഹതയില്ലാത്തവനാണ്, എങ്കിലും എന്നോട് കരുണ തോന്നണമേ. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളെ ഓർക്കുകയാണ്. നിങ്ങൾ കുറച്ചും കൂടെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. യേശുവമ്പുരാനെ, കൃപകൾ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത്, പാപത്തെ ഞാൻ തോൽപ്പിക്കാഞ്ഞതിനെ ഓർത്ത്, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതിനെ ഓർത്ത്, നിന്നെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, നിന്നെ ഓർക്കാതെ ഇരുന്നതിനെ ഓർത്ത്,
മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, ഞാൻ ആരാണെന്ന ബോധ്യത്തെ മറന്നതിനെ ഓർത്ത്, മലിനതകളെ ഓർത്തുകൊണ്ടിരുന്നതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, ഇങ്ങനെ സകലത്തിലും അവിടുത്തെ ഹിതത്തിനെതിരായി ചെയ്തതിനെയെല്ലാം ഓർത്ത് ഞാൻ പരിതപിക്കുന്നു. കരുണയ്ക്ക് പോലും അർഹനല്ലാത്ത എന്നോട് കരുണ തോന്നണമേ. പുണ്യമില്ലാത്ത ഈ കണ്ണുനീർ പാപിനിയുടെ കണ്ണീർ പോലെ കൈക്കൊള്ളണമേ. നിനക്ക് എന്നേക്കും സ്തുതി. ആമീൻ. മാത്യൂസ് റംബാച്ചന്റെ കൂടെ ഞാൻ കുഞ്ഞുനാളിൽ പലപ്പോഴൊക്കെ പോയി താമസിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ കൃപാവരമായിരുന്നു കണ്ണുനീര്. എപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു വേദനയുടെ കരച്ചിലല്ല, ഒരു ഭാരവും നൊമ്പരവും വന്നിട്ട് കരയുന്ന കരച്ചിലല്ല, കർത്തൃ സാന്നിധ്യം അറിഞ്ഞിട്ടുള്ള കണ്ണുനീരാണ്. ആ കണ്ണുനീരിന് വല്ലാത്ത ശക്തിയുണ്ട്, സാന്നിധ്യമുണ്ട്. കർത്തൃ സാന്നിധ്യത്തെ തൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുവാൻ ദൈവം ശരീരത്തിൽ കൊടുത്തിരുന്ന ഒരടയാളമാണ് കണ്ണുനീർ. അപ്പോൾ ഇത്രയും വിശുദ്ധമായ കണ്ണുനീർ പൊഴിക്കുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, മക്കളെ, ഇത് പുണ്യമുള്ള കണ്ണുനീരൊന്നുമല്ല. അപ്പോൾ ആ വാക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത്രയും നാളായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ഇതെൻ്റെ കണ്ണുനീർ പുണ്യമുള്ളതൊന്നുമല്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ, കർത്താവേ, ഈ കണ്ണുനീർ പുണ്യമുള്ളതല്ലെങ്കിലും എൻ്റെ ഈ അനുതാപ കണ്ണുനീർ, പാപം നിറഞ്ഞ കണ്ണുനീർ നീ കൈക്കൊള്ളണമേ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വയ്ക്കുവാൻ എപ്പോഴോ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ എഴുതിയത്. എൻ്റെ കണ്ണുനീർ പുണ്യമുള്ളതല്ലെങ്കിലും പാപിയായ സ്ത്രീയുടെ കണ്ണുനീരിനെ കൈക്കൊണ്ടതുപോലെ എൻ്റെ കണ്ണുനീരിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാനും, അങ്ങനെ ക്രിസ്തു സാന്നിധ്യം കണ്ണുനീർ ശരീരത്തിൽ വന്ന അടയാളത്താൽ മുമ്പിൽ വരുമ്പോൾ വീണ്ടും ആഹ്ലാദത്താൽ കണ്ണു നിറയുവാനുമുള്ള ആത്മീയ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ നമ്മൾക്ക് ഇതം പ്രഥമമായി വേണ്ടിയത് അനുതാപവും മാനസാന്തരവുമാണ്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലാണ് പ്രസംഗിച്ചത്. യേശുവമ്പുരാൻ പ്രദേശങ്ങളിലാണ് പ്രസംഗിച്ചത്. രണ്ടുപേരും പ്രസംഗിച്ചു തുടങ്ങിയത് ഒറ്റ കാര്യമാണ്. എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അപ്പോൾ ഈ നിനുവ നോയമ്പ് വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീക വ്യാപാരങ്ങളെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനാണ്. എനിക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം, സഭയിലെ വിശ്വാസികൾ പോലും ഈ നിനുവ നോയമ്പ് എന്താണ് എന്നറിയാത്തവരുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇനി മറ്റൊരു വിഭാഗം ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്? അത് ഈ നമ്മുടെ പെന്തക്കോസ്റ്റൽ സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. എന്നോ നടന്ന ഒരു സംഭവം നമ്മൾ അതിനെ എടുത്ത് ഇപ്പൊ എന്തിനാണ് വയ്ക്കുന്നത്? അത് അന്ന് നിനുവ പട്ടണത്തിന് ആവശ്യമായിരുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ എടുത്ത് ഇവിടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചെറിയൊരു അറിവുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിലെ ഒരു സംഗതിയും പൂർണ്ണമായി കളയുവാനല്ല കർത്താവുന്നത്, അതിനെ നിവർത്തിക്കുവാനാണ്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിനുവ നഗരിയിൽ ഉണ്ടായിരുന്ന ഭീകരമായ പാപാവസ്ഥയെ ദൈവം കണ്ടിട്ട് അവിടേക്കൊരു പ്രവാചകനെ അയച്ച് ആ പ്രവാചകൻ മുഖാന്തരം അവന്റെ വചന പ്രഘോഷണത്താൽ, ദൈവികമായ അവന്റെ ഉദ്ഘോഷണത്താൽ അവിടുത്തെ ജനത്തിന് മാനസാന്തരവും അനുതാപവും വന്ന് രാജാവ് ഉൾപ്പെടെ ഇങ്ങനെ താഴെ കീഴെ കിടക്കുന്ന ആൾ വരെ രട്ടിലും വെണ്ണീരിലും അനുതാപത്തിലും മാനസാന്തരത്തിലും ഇരുന്നതുകൊണ്ട് ആ പ്രദേശത്തേക്ക്, ആ ദേശത്തേക്ക് ദൈവത്തിന്റെ കൃപയും കരുണയും ഉദിക്കുകയും ദൈവം താൻ അവരോട് കോപിച്ചതിനെ ഓർത്ത് അനുദപിക്കുകയും ചെയ്തു എന്നാണ്. ദൈവം അനുദപിക്കുക.
ദൈവം തെറ്റ് ചെയ്തിട്ടല്ല നിരൂപിക്കുന്നത്. അവൻ ഈ വരാമാവായിരുന്ന ഈ കണ്ണുനീർ കണ്ടിട്ട് ദൈവം പോലും താൻ ഇവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നുവല്ലോ എന്ന് ഓർത്ത് പരിതപിക്കുകയാണ്. കണ്ണുനീരിന് അത്രമാത്രം ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാനസാന്തരത്തിനായിട്ടുള്ള പുണ്യമുള്ള ദൈവത്തിന് പ്രീതികരമായ കണ്ണുനീർ ദൈവസന്നിധിയിൽ പൊഴിക്കത്തക്കവണ്ണം കണ്ണുനീരിന്റെ വരത്തെ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കരയുന്നത് എപ്പോഴാണ്? നമുക്കൊരു വേദന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ, കഠിനമായ ഭാരം ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ആരോടും പറയുവാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക നൊമ്പരങ്ങൾ നമ്മളിൽ ഉള്ളിലുണ്ടാകുമ്പോൾ തനിയെ പോയി കരയും. ചിലർ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ പോയിരുന്ന് ആരും കാണാതെ നിന്ന് പൊട്ടിക്കരയും. മനുഷ്യരാരും കാണണ്ട നിങ്ങൾ കരയുന്നത്, ഒരു മനുഷ്യനെയും കാണിക്കണ്ട. കരയുന്നത് കർത്താവിന്റെ മുമ്പിൽ കരയണം. അവൻ കണ്ണുനീർ തുടച്ചു കളയുകയും നിനക്ക് ആനന്ദ കണ്ണുനീരിനെ പ്രദാനം ചെയ്യുകയും ചെയ്യും. നമുക്ക് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരാം. അവിടെ നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു കളയുന്നതാണ്. 21-ാം അധ്യായം 3-ാം വാക്യം. 21-ാം അധ്യായം 3-ാം വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ കണ്ണുനീരിനെ തുടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യെശയ്യാവിന്റെ പുസ്തകത്തിലും യെരമ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. നമുക്ക് വേറെ ഗഹനമായ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നൊയമ്പ് അനുഷ്ഠിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു സംഭവത്തെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് അവർ കൊണ്ടാടിയതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയല്ലിത്. അതേസമയം അവരുടെ ദേശത്തുണ്ടായ ഈ അനുതാപത്തെ നമ്മളൊന്ന് മോഡലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു നിനുവാ നഗരം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു നിനുവാ നഗരമുണ്ട്. ആ നിനുവാ നഗരത്തിൽ പാപത്തിന്റെ ബഹുലതകൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. പാപിയാണ് എന്നൊരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത് തന്നെ നമ്മളെ ആത്മീയമായി നമ്മളെ വളർത്തുവാൻ അത് ഉപകരിക്കും. പലപ്പോഴും നമുക്കത് തോന്നുന്നില്ല. നമ്മൾ സാമാന്യ ജനമാണ്. എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് കിട്ടിയ ഒരു ബോധ്യമാണ്, ദൈവസന്നിധിയിൽ 2 രീതിയിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. 1 സാമാന്യം, 2 വിശുദ്ധം. നമ്മളെല്ലാം സാമാന്യമായ ആൾക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. ദേവാലയത്തിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന കൊള്ളുന്നുണ്ട്, പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്, ധ്യാനയോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്, ധ്യാനയോഗം പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആള് പഴയത് തന്നെ. ഇന്നത്തെ ആള് തന്നെ നാളെയും, നാളത്തെ ആള് തന്നെ മറ്റന്നാളിലും. അതായത് നമ്മളെല്ലാം സാമാന്യന്മാരാണ്. അപ്പോൾ ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട് വിശുദ്ധത്തിന്. സാമാന്യത്തിൽ നിന്ന് വിശുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. സാമാന്യവും വിശുദ്ധവും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പടിപടിയായി ക്രിസ്തുവിന്റെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ വിശുദ്ധിയുടെ അളവ് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ നീ കണ്ടവനോട് നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ധ്യാനയോഗം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുമ്പോൾ ആ തോന്നൽ കുറയണം, ഇല്ലാതാവണം, കുറഞ്ഞെങ്കിലും വരണം. ഇത് നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഒരു കുറവില്ല, നോമ്പെടുക്കുന്നതിനും കുറവില്ല. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ദാനധർമ്മം ചെയ്യുന്ന ആരുമില്ല. പക്ഷേ സഹോദരനോട് മിണ്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നിനുവ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ നിനുവയിൽ പലവിധ പാപമലിനതകൾ കുമിഞ്ഞുകൂടി ക്ലാവ് പോലെ ആയിട്ടുണ്ട്. ക്ലാവ് പോലെ. നമുക്ക് എസ്കേലിന്റെ പുസ്തകം എടുക്കാം. എസ്കേലിന്റെ പുസ്തകത്തിൽ പാപം കുമിഞ്ഞുകൂടിയാൽ അത് ക്ലാവ് പോലെ ആയി തീരുമെന്നാണ്. അത് നമുക്ക് 24-ാം അധ്യായത്തിലോ 34-ാം അധ്യായത്തിലോ ആണ്. 24-ാം അധ്യായമാണ്. 24-ാം അധ്യായം 12-ാം വാക്യം. എഹെസ്കേലിന്റെ പുസ്തകം 24-ാം അധ്യായം 12-ാം വാക്യം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി, അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല, അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും
നീ ശുദ്ധമാകായികയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനതയെ നീങ്ങി നീ ശുദ്ധയായി തീരുകയില്ല. അവൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടിയെ പറയുന്നത്, ഇസ്രായേൽ ജനത്തെ. ഇന്നത്തെ കാലികമായ ചിന്തയിൽ അത് നമ്മളാണ്, കർത്താവിന്റെ മണവാട്ടി അല്ലെ. കല്യാണ ശുശ്രൂഷയിൽ അങ്ങനെയാണ് പറയുന്നത്, സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. സഭ മുഴുവൻ കർത്താവിന്റെ മണവാട്ടിയാണ്, കർത്താവാണ് അതിന്റെ തല. പക്ഷേ ഈ ശരീരം നമ്മൾ വേശ്യാവൃത്തിക്ക് കൊടുത്തു. ശരീരം എന്ത് ചെയ്തു? വേശ്യാവൃത്തിക്ക് കൊടുത്തു. കർത്താവിന്റെ പ്രമാണത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല, കാരണം അതിനുള്ള ശക്തിയില്ല. അതാണ്, ശക്തി കിട്ടിയിട്ടില്ല. ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. ലോകത്തിൽ 3 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, പ്രാകൃതരുണ്ട്, ജഡീകരുണ്ട്, ആത്മീകരുണ്ട്. പ്രാകൃതർ എന്ന് പറഞ്ഞാൽ അവർ പാപത്തിൽ തന്നെ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ലോകമുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ കാണും. പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ മാന്യന്മാരാണെന്ന് തോന്നുമായിരിക്കും, പക്ഷെ പാപത്തിലാണ് ജീവിതവും. അവരെ അനുഗമിക്കാനായിട്ട് വലിയൊരു യുവാക്കളുടെ വൃന്ദം ഇന്നുണ്ട് താൻ. എന്നാൽ മറ്റു ചിലർ ജഡീകരാണ്. ഈ പ്രാകൃതർ എപ്പോഴും അവർ പ്രാകൃതരാണെന്ന് തോന്നാത്ത വിധം പിശാച് അവരെ പാപത്തിൽ തന്നെ ബന്ധനത്തിലാക്കിയിട്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ഒരു കാര്യവും തെറ്റാണെന്ന് അവർക്ക് തോന്നില്ല. ഏത് വലിയ തെറ്റാണെങ്കിലും ഏത് ചെറിയ തെറ്റാണെങ്കിലും അവർക്ക് തിന്മ എന്നൊരു കാര്യത്തെപ്പറ്റി ബോധ്യമില്ല. ഭയമില്ലെന്നല്ല, ബോധ്യമില്ല. അവർക്ക് കൊല ചെയ്യാനോ വ്യഭിചാരം ചെയ്യുവാനോ ഭീകരമായ തുകകൾ മോഷ്ടിക്കുവാനോ ഒന്നും അവർക്ക് ഒരു മടിയുമില്ല. അവർക്കത് തോന്നും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ അവർക്ക് തോന്നുകയും ചെയ്യും. നമുക്കത് കാണുമ്പോൾ അത്ഭുതമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത നമ്മൾ കണ്ടു. 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 14 വയസ്സുള്ള വിദ്യാർത്ഥികൾ തല്ലുവാണ്. അവന് 2 അടിയൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ചത്തുപോയനെയാണ്. അത് വലിയ വാർത്തയായി. അതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. നിങ്ങൾ കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ അത് ചെയ്യാൻ തോന്നുമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവർ ചെയ്യുകയാണ്. പ്രാകൃതരാണ്. അവർക്ക് ഒന്നിനെ പറ്റിയും ബോധ്യമില്ല. പിശാചിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ ക്ലാവ് പോലെ പിടിച്ചിരിക്കുകയാണ് ഈ സാധനം. അത് പിടിച്ചുറച്ചു കഴിഞ്ഞു. അതിനെ പൊട്ടിക്കണമെങ്കിൽ തീക്കൽ പാറയ കർത്താവ് നേരിട്ട് ഇറങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. പൊട്ടാഴിയൊന്നുമില്ല. അങ്ങനെ അനേകരുടെ ജീവിതത്തെ പൊട്ടിച്ചിട്ടുള്ള ഒരു തീക്കൽ പറയാണ് കർത്താവായ യേശു മിശിഹ. എന്നാൽ വേറൊരു കൂട്ടരാണ് ജഡീകർ. നമ്മൾ അതിലൊക്കെ പെടും. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഉണ്ട്. ധ്യാനയോഗത്തിന് വരുന്നുണ്ട്, ധ്യാനയോഗം പ്രസംഗിക്കുന്നുമുണ്ട്, കുർബാന ചൊല്ലുന്നുമുണ്ട്, ചൊല്ലിക്കുന്നുമുണ്ട്. വീട്ടിൽ പോയാൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയോഗത്തിന് പോകുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദാനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുമുണ്ട്. പക്ഷേ നമ്മൾ വെറും മനുഷ്യരാണ്, ജഡീകരാണ്. ജഡം എന്ത് പറയുന്നു അതനുസരിക്കും. അതാണ് ജഡീകർ. ജഡം എന്ത് താല്പര്യപ്പെടുന്നു അത് ചെയ്യും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിരോധമുള്ള ഒരാളെ നിങ്ങൾ കാണുമ്പോൾ അയാൾ നിങ്ങളെ ഒന്ന് ആക്ഷേപിച്ചു എന്നിരിക്കട്ടെ, പെട്ടെന്ന് നിങ്ങളുടെ ശരീരം പറയും തിരിച്ച് ആക്ഷേപിക്കുവാൻ പറയും. അപ്പോൾ ഉടനെ നമ്മൾ അതനുസരിക്കും. ഇത് ജഡീകരാണ്. കുർബാനയൊക്കെ കൊണ്ടിട്ട് ഇറങ്ങിയതാണ്. സംഗതിയൊക്കെ ഉണ്ടായിരുന്നു, അകത്തെ വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ശക്തി കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള സമയവും നമുക്കില്ല. നമുക്ക് ശക്തി വരുന്നില്ല. അതായത് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം, ഇതുപോലെ ഇരിക്കണം. അത് 3 നോയമ്പിന്റെ നടുദിവസം വന്ന് മാത്രം ഇരുന്നാൽ പോരാ. ദിവസവും രാവിലെയും വൈകിട്ടും കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള സമയം നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തി കിട്ടില്ല. ഇങ്ങനെ സാമാന്യ ജീവിതം ജീവിച്ച് മരിച്ചു പോകും. സാമാന്യത്തിനെ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് വിശുദ്ധമായതാണ് വേണ്ടത്.
വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ക്രോണോസിന് മുമ്പാ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വിചാരങ്ങളും പ്രവൃത്തികളും ദഹനയാഗങ്ങളായി തീരുമാറാകണമേ എന്നാണ്. അതായത് നമ്മുടെ വിശുദ്ധമായ വിചാരങ്ങളും പ്രവൃത്തികളും കർത്താവിന്റെ സന്നിധിയിൽ ദഹനയാഗങ്ങളായി സമർപ്പിക്കണം. അല്ലെങ്കിൽ ഈ പാപം വർദ്ധിച്ചുകൂടും. ഈ പ്രാകൃത മനുഷ്യരിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവരതിൽ തന്നെ ആകുന്നത് കൊണ്ട്, അവർ അങ്ങനെ ആയിത്തീരുന്നത് കൊണ്ട് ഇത് ഒരു പാറക്കല്ല് പോലെ ആയിപ്പോയി. പാറക്കല്ലിനെ പൊട്ടിക്കാൻ ഇരുമ്പ് ദണ്ട് തന്നെ വേണം, അല്ലെ പാറക്കല്ല് തന്നെ വേണം. അത് തീക്കൽ പാറ വേണം. പാറ പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പാറമേടുകൾ പൊട്ടിക്കുന്നത് എങ്ങനെയാണ്? തീ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ വെടിമരുന്നുണ്ടാക്കി കത്തിക്കണം. അത് പാറയെ കൊണ്ടൊന്നും ഇടിച്ചാലൊന്നും പൊട്ടിയല്ല, വെടിമരുന്നുണ്ടാക്കി കത്തിക്കണം. അങ്ങനെ ഒരു തീക്കൽ പാറയാണ് ആര്? നമ്മുടെ കർത്താവ്. തീക്കൽ പാറ. അത് പൊട്ടിയാൽ പൊട്ടിക്കണമെന്ന് വിചാരിച്ചാൽ പൊട്ടിച്ചിരിക്കും. പക്ഷെ വിചാരിക്കാൻ മറ്റേ പാറ നിന്നു കൊടുക്കണം. അതായത് പാപത്തിൽ തഴമ്പിച്ചു പോയ ആ പാറ പൊട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ അതിനിരുന്ന് കൊടുത്താൽ കർത്താവ് പൊട്ടിക്കും. അത് പ്രാകൃത മനുഷ്യൻ. എന്നാൽ ജഡീക മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയാം? ജഡീക മനുഷ്യൻ ഇങ്ങനെ പ്രാകൃത മനുഷ്യനെ പോലെയല്ല. പുറമേ നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, പക്ഷെ ശക്തിയില്ല. ശക്തി ഇല്ലാത്തടത്ത് എന്ത് സംഭവിക്കും? ശക്തി ഇല്ലാത്തടത്ത് പതിയെ പതിയെ പാപം വർദ്ധിച്ച് പെരുകും. ശക്തി ഉണ്ടെങ്കിലേ ഇതിനെ തള്ളി നീക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ബലാൽക്കാരികൾ എന്തവകാശമാക്കുന്നു? സ്വർഗരാജ്യം അവകാശമാക്കും. എന്ന് പറഞ്ഞാൽ അപ്പുറത്തവനെ വെട്ടിക്കയറുക എന്നുള്ളതല്ല, പാപത്തെ ജയിച്ച് കയറുക എന്നുള്ളതാണ്. പാപത്തെ ജയിക്കാൻ എന്ത് വേണം? ബലം വേണം, ശക്തി വേണം. സാത്താന് ശക്തിയുണ്ട്, അവന് തന്ത്രങ്ങളുണ്ട്. ഇതിനെ പോരാടി ജയിക്കുവാൻ ശക്തിയും തന്ത്രവും വേണം. ഇത് ജഡീകന് എളുപ്പം കിട്ടില്ല. കാരണം അവന്റെ ഉള്ളിൽ ഓരോ ദിവസവും ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക വിധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ ശക്തി ഇല്ലാത്തതുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പഴയ മനുഷ്യൻ തന്നെ. നമ്മുടെ വിചാരം ധ്യാനപ്രസംഗം കേട്ടതുകൊണ്ട് നമ്മൾ ധന്യരായി എന്നാണ്. ആവത്തില്ല. ധ്യാനം പറഞ്ഞതുകൊണ്ടും ധന്യനാവത്തില്ല. എനിക്ക് ടെസ്റ്റ് ഇട്ട് നോക്കിയെങ്കിലേ എൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പരീക്ഷകളിൽ കൊണ്ടിടുന്നത്. ഇത് കൊള്ളാവുന്നതിനാണോ എന്ന് അറിയണ്ടേ? അതിനെന്താ മാർഗം? ഞാനിപ്പോൾ ഇവിടെ വന്ന് വലിയ പ്രസംഗമൊക്കെ നടത്തി, സ്നേഹിക്കണം, ക്ഷമയെ പറ്റി അങ്ങോട്ട് പറഞ്ഞു. അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് വിരോധിയായ ഒരു അച്ഛൻ വന്ന്, അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ അല്ലേ? അച്ഛന്മാരുടെ ഇടയിൽ തന്നെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണുമല്ലേ? അപ്പോൾ വന്ന് ഇയാള് വലിയ പ്രസംഗമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞ എൻ്റെ ചെവിക്കല്ലത്ത് വന്ന് ഒരു തല്ലിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയാം എനിക്ക് ശക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് മിക്കവാറും ജഡീക ശക്തി ആയിരിക്കും ഉണ്ടാകുന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നെങ്കിലും ഞാൻ പറയും, ഇല്ലേ? ചിലപ്പോൾ എന്നേക്കാൾ ശക്തനായ ഒരു പുരുഷപ്രജയാണ് അതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശരീരപ്രകൃതിയുള്ള ആളാണ് അതെങ്കിൽ ഞാൻ പറയും, ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. അത്രയെങ്കിലും പറയില്ലേ? അത് ദൈവരാജ്യത്തിന്റെ നീതിയല്ല. ഇത് പാടാണ് ദൈവരാജ്യത്തിന്റെ നീതി. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. എത്ര പേര് നിങ്ങളിൽ ഈ ഇരിക്കുന്നവരിൽ അന്യനെതിരെ കേസില്ലാത്തവരുണ്ട്? അതെങ്ങനെ? സഭ മുഴുവനും കേസ് കൊടുത്തിട്ടേക്കുമല്ലേ? അന്ന് നിങ്ങൾ ന്യായീകരിക്കും അല്ലേ? അപ്പൊ അതാണ് ഇതെല്ലാം നമ്മൾ സ്വയമായിട്ട് നമ്മളെ അങ്ങ് നീതീകരിക്കുകയാണ്. ഇതൊന്നും ദൈവിക നീതികളല്ല, ദൈവരാജ്യത്തിന്റെ നീതി. അതായത് കർത്താവ് പറഞ്ഞിരിക്കുക, എൻ്റെ രാജ്യം ഐഹികമല്ല, അവിടെ ഒരു നീതിയുണ്ട്, അവിടെ ഒരു പ്രമാണമുണ്ട്. എന്തൊക്കെയാ പ്രമാണം എന്നുള്ളത് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷവും 7, 8 അധ്യായങ്ങളൊക്കെ വായിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് ദൈവരാജ്യത്തിന്റെ നീതി എന്താണെന്നുള്ളത്. ഒരു ദൈവരാജ്യത്തില് ഒരു മകനും ഒരു മകളും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന് ചുമ്മാ വായിച്ചു വിട്ടാലൊന്നും അത് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ശക്തി കിട്ടത്തില്ല. സഹോദരനെ നിസ്സാരമെന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞിരിക്കുന്ന നീതി നമ്മളിൽ, ആ നീതി നിറവേറപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പൂരം അസഭ്യം പറയുന്നവനോട് കർത്താവ് വിളിച്ചതുപോലെ സ്നേഹിത എന്ന് വിളിക്കുവാനുള്ള ആ നിറവ് ഉണ്ടാകണം. അത് വെറുതെ കിട്ടില്ല. നിങ്ങൾ ആലോചിച്ചാലൊന്നും, എത്ര കേട്ടാലും, പ്രസംഗം കേട്ടാലും, യൂട്യൂബിൽ കേട്ടാലും, കുർബാന കൊണ്ടാലും അത് കിട്ടില്ല. ഇത് ദിവസം പ്രതി കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം.
എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, എങ്ങനെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ, ക്രിസ്തു ആരാണെന്ന് നമുക്ക് ഉള്ളിൽ നിറഞ്ഞു വരുമ്പോൾ, അവനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് നമ്മളോടുള്ള ജഡീക വ്യാപാരങ്ങളെല്ലാം വെറും തുച്ഛമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ തോന്നത്തില്ല, അല്ലെങ്കിൽ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കും. എന്തുകൊണ്ടാണ് ജഡീക വ്യാപാരങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യാപൃതരാകുന്നത്? കാരണം ക്രിസ്തു സ്നേഹം കുറവാണ്. അതുകൊണ്ടാണ്. ക്രിസ്തു സ്നേഹത്തെ നിറയ്ക്കാതെ പാപത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പാപത്തെ തെള്ളി ഇറക്കി വിടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, അത് പോകത്തില്ല. അത് ഇരുട്ട് അവിടെ ഉണ്ട്. ഇരുട്ട് അവിടെ ഉള്ളിടത്ത് അതിനെ തെള്ളി വെളി കളയാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ 1-2 തവണ കറണ്ട് പോയി. ഇപ്പൊ രാത്രിയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പെട്ടെന്ന് ഇരുട്ടാവും, അല്ലേ? ഇരുട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇരുട്ടെല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഇരുട്ടിനെ പൊക്കിയെടുത്ത് പടിഞ്ഞാറെ കതകിന് വെളിയിലോട്ട് തള്ളിവിടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇരുട്ടുള്ളപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? വെളിച്ചം കത്തിക്കുക എന്നുള്ളതില്ല, വേറെ മാർഗം ഒന്നുമില്ല. വേറെ ഒരു മാർഗം, നോ അതർ ഓപ്ഷൻ അറ്റ് ഓൾ. അപ്പൊ ക്രിസ്തു സ്നേഹം എന്ന വെളിച്ചം ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ സഹോദരനോട് നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ള അവസ്ഥ, അതിപ്പോൾ പൈശാചികമായ ഒരു വ്യാപാരത്തിലാണെങ്കിൽ അത് തുച്ഛമായി തോന്നുകയും നമ്മൾ ദൈവരാജ്യത്തിന്റെ കാര്യം മാത്രം അന്വേഷിക്കുകയും ചെയ്യും. നീ അവിടെ എന്നെ തല്ലുവോ, എനിക്കെതിരെ കേസ് കൊടുക്കുവോ, അല്ലെങ്കിൽ എന്നെ മുഷ്ടി ചുട്ടി ഇടിക്കുവോ, എന്നെ തല്ലാൻ ആളെ ഏർപ്പെടുത്തുവോ, എന്ത് വേണേ ചെയ്യും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പുരാതനമായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ, നിന്റെ ഓടാമ്പിൽ ഇരുമ്പും താമ്രമായിരിക്കട്ടെ, നിന്റെ ബലം ആയുസ്സോളം നിലനിൽക്കട്ടെ. യശൂരോനെ എന്ന് വിളിക്കുമ്പോൾ ആവർത്തനം 33:15 ഞാൻ ഈ പറയുന്നത്. യശൂരോനെ, നിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. യശൂരോനെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ പേരെടുത്ത് പറയാം. ശോശാമേ, നിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. ശമൂവേലേ, നിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. അവൻ നിന്റെ സഹായത്തിനായി തന്റെ മഹിമയിൽ ആകാശത്തുകൂടി മേഘാരൂഢനായി എഴുന്നള്ളുന്നു. പുരാതനമായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ നിന്റെ ശത്രുക്കളോട് സംഹരിക്ക എന്ന് കൽപ്പിക്കും. യഹോവ ഒരു മഹാവീരനെ പോലെ നിന്റെ കൂടെയുണ്ട്. യഹോവ നിനക്ക് മുമ്പടയും പിമ്പടയുമായിട്ട് നടക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മുകളിലും താഴെയും മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തുമായി കർത്താവായ യേശുക്രിസ്തുവും അവന്റെ സൈന്യങ്ങളും. അത് ഓരോ വിശ്വാസിക്കും ഒരു പച്ചയായ അനുഭവം പോലെ അറിയുവാൻ പറ്റും. പക്ഷെ കൂടെ ഇരിക്കണം. കാരണം കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് അവന്റെ പേര് ഇമ്മാനുവേൽ എന്നിട്ടിരിക്കുന്നത്. ആ പച്ചയായ ക്രിസ്തുവിന്റെ പച്ചയായ സാന്നിധ്യം പച്ച പോലെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊന്നും ഒരർത്ഥമില്ല. ഇപ്പൊ ജഡീക മനുഷ്യരെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആത്മീയമായി വളരുവാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശക്തിയില്ലാത്തതുകൊണ്ട് അവർ വളർച്ച പ്രാപിക്കാത്തതിനാൽ പാപം അവരുടെ ഉള്ളിൽ പതിയെ ആധിപത്യം സ്ഥാപിക്കും. ഇന്നൊരുത്തനോട് പിണങ്ങി നാളെ ഒരുത്തനെ തല്ലി, മറ്റേ നാളിൽ ഒരുത്തനിട്ട് കേസും കൊടുത്തു. അല്ലെങ്കിൽ ജഡീകമായ ആസക്തികൾ. ഇന്നൊരു ചെറിയ കൊള്ളരുതാത്ത ഒരു സാധനം കണ്ടു, നാളെ അതിനേക്കാളിൽ ശക്തമായ ഒരു സാധനം കൂടെ കണ്ടു, മറ്റന്നാളിൽ ഭീകരമായ ഒരു സാധനം കണ്ടു, അതിന്റെ പിറ്റേ ദിവസം ശരീരത്തിൽ തന്നെ സ്വന്തമായിട്ട് മുളച്ചത് ചെയ്യും. ഇങ്ങനെ ഇത് വർദ്ധിച്ച് പെരുകിയാൽ ഇതിനെ പൗലോസ്ലീഹ വിളിക്കുന്ന ഭാഷയാണ്. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം ഇത് പാപം നിങ്ങൾ ചരതിച്ചു വെക്കുന്നു എന്നാണ്. ചരതിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം വരും എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ക്രോധം വരും. അപ്പോൾ അവിടെ റോമർക്ക് എഴുതിയ ലേഖനം റോമർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും. ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മാനസാന്തരമില്ല. ജഡീക മനുഷ്യന് സാധ്യതയുള്ള ഒരു കാര്യമാണ് മാനസാന്തരം. ഞാൻ എന്താണ് പറഞ്ഞത്? പ്രാകൃത മനുഷ്യൻ മാനസാന്തരപ്പെടില്ല. ഇല്ല. അവനിൽ തന്നെ ഒരു കൾട്ടുണ്ടാക്കും.
കേരളത്തിൽ അങ്ങനെയുള്ള കൾട്ടുകളുണ്ട്, കൾട്ട് മനുഷ്യരുണ്ട്. അവരുടെ പിന്നാലെ അനേകം അവരുടെ ആശയത്തോട് യോജിക്കുന്നവർ കാണും. അവർക്ക് അവസാനം ദൈവത്തെ പരിഹസിക്കുന്നത് ഒരു വിനോദമാകും. അതിന് പുറകെ ഒരുപാട് ചെറുപ്പക്കാർ പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ കൾട്ട് കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. പേര് പറയുന്നില്ല എന്നുള്ളത്. ദൈവത്തെ പരിഹസിച്ചോ അതിന്റെ അർത്ഥം പ്രാകൃതനാണെന്നാണ്. പക്ഷെ അവര് പറയും ഞങ്ങളാണ് യഥാർത്ഥ മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും നന്മയുണ്ട്. പക്ഷെ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു ജീവന്റെ തുടിപ്പുണ്ട്. അപ്പോൾ ഈ ജഡീക മനുഷ്യനിൽ പാപം വർദ്ധിച്ചു കൂടുന്നത് അനുതാപമില്ലാത്ത ഹൃദയത്താലും കാഠിന്യമുള്ള മനസ്സുള്ളത് കൊണ്ടാണ്. വായിച്ച് റോമർ 2:5. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം എന്ത് ചെയ്യുന്നതാണ്? ചരതിച്ചു വയ്ക്കുന്നത്. ചരതിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ കുളിച്ചു, നാളെ രാവിലെ കുളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കുളിക്കുവാനുള്ള സൗകര്യം കിട്ടിയില്ല. കുളിക്കുവാനുള്ള സൗകര്യം കിട്ടാത്തതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നിങ്ങളുടെ അഴുക്കുകളുടെ മുകളിൽ തന്നെയായിരിക്കും പിറ്റേ ദിവസത്തെ അഴുക്ക് വരുന്നത്, അല്ലേ? അല്ലാതെ അവൻ കുളിച്ചില്ലല്ലോ, അത് ഞാൻ തൽക്കാലം ക്ഷമിച്ചേക്കാം, അഴുക്കുകളെല്ലാം അങ്ങ് ഒഴുകി പോകത്തൊന്നുമില്ല. നമ്മൾ കുളിക്കണം, കുളിച്ചില്ലെങ്കിൽ അത് പോകത്തില്ല എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടെ കർത്താവിന്റെ അടുത്തിരിക്കണം. അതിന്റെ ഒരു മൂർധന്യാവസ്ഥയാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും കുമ്പസാരിക്കണം. കർത്താവിന്റെ അടുത്തിന് കുമ്പസാരിച്ചാൽ മതി. കർത്താവെ, ഇന്ന സംഗതികൾ എൻ്റെ ജീവിതത്തിൽ നടന്നുപോയി, പിഴച്ചുപോയി, എന്നോട് ക്ഷമിക്കണം. കർത്താവ് ക്ഷമിക്കും. കാരണം 70 വട്ടം പറയുന്നവരോട് ക്ഷമിക്കണമെന്ന് കർത്താവാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ആ കർത്താവിന് 70 അല്ല 7000 വട്ടമാണ് കർത്താവിന്റെ കണക്ക്, അല്ലേ? 70 വട്ടം എന്ന് പറഞ്ഞാൽ 7:70 ആണ്. 7:70 ആണ്. ആ ഫിഗർ കമ്പ്യൂട്ടറിൽ കിട്ടില്ല. 7x70 അല്ല, 7:70. ആ ഫിഗർ കമ്പ്യൂട്ടറിൽ കിട്ടില്ല. അത്രയും വരെയും ക്ഷമിക്കാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ഇരുന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്ക് വിവിധ കാര്യങ്ങളിൽ ഓടി നടക്കാൻ ഇങ്ങനെ ജഡം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പുരോഹിതൻ പള്ളിയിൽ വന്നാൽ ആ പള്ളിയുടെ ആത്മീയ വർധനയേക്കാൾ കൂടുതൽ പള്ളി പണിയണം, അത് നടത്തണം, ഇത് നടത്തണം, സഭാ വീര്യമൊക്കെ കാണിക്കണം. ആത്മാക്കളുടെ ലക്ഷ്യം ഇവിടെ. വിശ്വാസികളാണെങ്കിലും ആത്മീയത എന്ന് പറയുന്നതിനെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ പള്ളി വരിക, റാസയ്ക്കൊക്കെ പങ്കെടുക്കുക, ശക്തി പ്രകടനങ്ങളൊക്കെ നടത്തുക, ഇതൊക്കെയാണ് ആത്മീയത എന്നാണ് നമ്മുടെ വിചാരം. അതൊക്കെ ആത്മീയത അല്ലെന്നല്ല, അത് ജഡീകമായ കാര്യങ്ങളാണ്. പക്ഷെ ആത്മീയതയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ആത്മീയതയെ, അതായത് ദൈവത്തെ, കർത്താവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഈ പരിപാടി മൊത്തം. അതുകൊണ്ട് എന്താണ്, നമ്മളൊരു പരിപാടി അവതരിപ്പിച്ചാൽ അത് ആരാധനാലയത്തിലാണെങ്കിലും കൊള്ളാം, അത് കഴിഞ്ഞ് ഈർഷ്യ, പിണക്കം, ദ്വന്ദ്വഷം, വാഗ്വാദം, അസൂയ, നിന്ന, വ്യവഹാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഈ നടത്തിയ ഈ പ്രോഗ്രാം കാരണം ഭിന്നിപ്പുണ്ടാവുകയാണ്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വലിയ മൂല്യച്യുതിയാണ്. ആ ബന്ധനത്തിലാണ്, നമ്മൾ അറിയുന്നില്ലത്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു സ്നേഹം നമ്മളിൽ നിറയണമെന്ന്, പരിജ്ഞാനം നമ്മളിൽ ഉള്ളിൽ വർദ്ധിച്ചു വരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. എഫേസ്യ ലേഖനം 3:14 എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. എഫേസ്യ ലേഖനം 3:14. പരിജ്ഞാനം നിറയുമ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വർദ്ധിച്ചു വരികയും മറ്റുള്ളതെല്ലാം തുലവും തുച്ഛമായി തോന്നുകയും ചെയ്യും. എഫേസ്യർ 3:14. അവൻ തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും.
പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകേണ്ടതിനും അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മരിക്കാറാകുമ്പോഴത്തേന് ക്രിസ്തു നോക്കുമ്പോൾ നമ്മളെ ക്രിസ്തുവിനെ പോലെ കാണണം. ക്രിസ്തു നോക്കുമ്പോൾ എടാ ഞാനാണോ ഈ കിടക്കുന്നത്, അങ്ങനെ തോന്നണമെന്ന് തോന്നുന്നു. അതോ ഇത് എന്റെ പ്രതിയോഗിയായ പിശാചിന്റെ ഒരുപാട് രൂപഭാവങ്ങൾ ഇതിനകത്തുണ്ടല്ലോ എന്ന് വിചാരിക്കൂ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ വേറൊരു കർത്താവ് കിടക്കുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ആവണം. അങ്ങനെ ആവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ടേ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഇങ്ങനെ പാടില്ല. ഇതുവരെയുള്ളത് ഒരു സാമാന്യമാണെങ്കിൽ വിശുദ്ധമായതിലേക്ക് നമ്മുടെ ട്രാക്ക് മാറ്റണം. ചേഞ്ച് യുവർ ട്രാക്ക് ടു ഹോളിനെസ് ഫ്രം കോമൺ നേച്ചർ. അവിടുന്ന് മാറ്റുക, ട്രാക്ക് മാറ്റി നിങ്ങൾക്ക് വിശുദ്ധിയുടെ സന്തോഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടാൻ ഇച്ചിരി പാടാണ്, കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമക്കളെ ഇത്രയും ആനന്ദകരമായ ഒരു ജീവിതം വേറെയില്ല. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആളല്ല. ക്രിസ്തുവിന്റെ പച്ചയായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അറിയണം. പച്ചയ്ക്ക് കൂടെ നിൽക്കും ഒരു വ്യക്തിയെ പോലെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ അടുത്തിരിക്കാനാണ് നിങ്ങൾക്ക് പ്രിയം, ആണോ? ആ ഏറ്റവും ഇഷ്ടമുള്ള ആള് ക്രിസ്തുവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിസ്തുവിനെ ഈ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു ദൈവം എന്നുള്ള അവസ്ഥ മാറ്റിയിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഇരിക്കുന്ന പച്ചയായ വ്യക്തി. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ പേഴ്സൺ, ഫാദർ ഈസ് എ പേഴ്സൺ, ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, ബട്ട് ദേ ആർ 3 in 1 and 1 in 3. Human mind is incomprehensive to understand all these things. Because we are in flesh, flesh cannot understand the mysteries of God. But on the other hand, although these things are there like this, He will be there right in front of you as a pure human being, so that you can touch Him, feel Him within you, with your inner man. അതുകൊണ്ടാണ് എഫെസ്യൻസിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ അങ്ങ് ആവുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹവും അതിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ വിശുദ്ധിയുടെ ട്രാക്കിലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. ഇതിപ്പം പറ്റിയിരിക്കുന്നത് നമുക്കെല്ലാം ഉണ്ട്, വിശുദ്ധ ജീവിതമില്ല. നമ്മുടെ ഉള്ളിലുള്ള നിരുവാപട്ടണത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവിടെ മ്ലേച്ഛതകളുണ്ടോ? അന്യനായിട്ട് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ടോ? അന്യനെ ദ്രോഹിച്ചിട്ടുണ്ടോ? ശാരീരിക വിശുദ്ധി ഉണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ഓർത്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഇപ്രകാരം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, പാപങ്ങളെ ഓർക്കാഞ്ഞതിനെ ഓർത്ത്. എന്തിനാണ് പാപങ്ങളെ ഓർക്കുന്നത്? പാപങ്ങളെ ഓർത്തിട്ട് ഞാൻ ചെയ്ത പാപത്തിന്റെ ഗ്രാവിറ്റി, ഇന്റൻസിറ്റി നീ മനസ്സിലാക്കി കരയണം. വേദപുസ്തകം എടുത്ത് തുറക്കുമ്പോൾ നിന്റെ കണ്ണുനീർ ഈ പുസ്തകത്തിൽ വീഴണം. എന്നിട്ട് അപ്പച്ചനും അമ്മച്ചോടും പറയണം, മക്കളൊക്കെ പറയണം, അപ്പച്ചനും അമ്മച്ചോടും പറയണ്ട, നിങ്ങളുടെ അനിയത്തിയോടോ അനിയനോടോ കൂട്ടുകാരോടോ ഒക്കെ പറയുമ്പോൾ ഇതെന്റെ വചനമാണ്, മരിക്കുമ്പോൾ എൻ്റെ പെട്ടിക്കകത്ത് ഇത് നിങ്ങൾ വെക്കണം. ഈ ഒരു സാധനം മാത്രമേ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നിങ്ങളുടെ കൂടെ പോരുകയുള്ളൂ. ദൈവത്തിന്റെ വചനം അത് നിങ്ങളുടെ ഹൃദയ പലകളിൽ എഴുതണം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും എൻ്റെ ജീവിതത്തിന്
ആശ്വാസവുമാവുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എൻ്റെ മേൽ വിളിച്ചിരിക്കുന്നുവല്ലോ എന്നാണ്. ഭക്ഷിക്കണം. ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ നിങ്ങൾ കൈക്കൊള്ളണം. അതുകൊണ്ട് ദൈവമക്കളെ, രാവിലെയും വൈകിട്ടും നിങ്ങൾ ഇതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നീട് ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തെ പ്രതിയുള്ള വിശപ്പ് തന്നെ ദേശത്തിലേക്ക് അയക്കുന്ന ഒരു കാലം വരും. അത് ഇന്ത്യയിൽ സംഭവിക്കും. അന്ന് നിങ്ങൾ ഇതിന് ഓടി നടക്കും. ഒരു വിശുദ്ധ കുർബാന കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിച്ച് നടക്കും. കിട്ടില്ലെന്ന്. അതിന്റെ ഒരു സാമ്പിള് 2020 നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ ഓൺലൈൻ വഴി മുതലാക്കിയിട്ട് നമ്മൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഇതൊക്കെ മതി, ദേവാലയത്തിൽ പോയില്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ മതിയല്ലോ, ഇനി അതും ഇല്ലാതാവുന്ന ഒരു കാലം വന്നാലും ഇല്ലാതായിക്കൂടാന്നൊന്നുമില്ല. അത് വചനമാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കണ്ടെത്തില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട നിരണം ദേവാലയത്തിൽ ആള് കൂടുമെന്ന് വിചാരിക്കേണ്ട. കൂടില്ല. 5 വർഷം കഴിയുമ്പോൾ ഇതിന്റെ പകുതി ആളെ ഇവിടെ കാണത്തുള്ളൂ. 10 വർഷം കഴിയുമ്പോൾ അതിലും കുറയും. 20 വർഷം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഏകദേശം ശൂന്യമാകും. ഒരു ദൂത് പോലെ നിങ്ങൾ എടുത്തോളൂ. അതിനു മുമ്പ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് നീന്തുക. ഇനി ലൈഫ് ജാക്കറ്റും ഇല്ലെങ്കിൽ പത്രോസിനെ പോലെ കർത്താവേ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയമായിട്ടെടുത്ത് ചാടി നീന്തിക്കൊള്ളുക. കർത്താവ് കൈ നീട്ടി പിടിക്കും. അവൻ വിശ്വസ്തനാണ്. അവനെ അന്വേഷിക്കുന്നവനെ ആരും തള്ളിക്കളയില്ല. അവൻ തള്ളിക്കളയില്ല. പക്ഷെ ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും സഭ മൊത്തം ഒന്നടങ്കം ദേവാലയങ്ങളും പള്ളികളും കുടുംബങ്ങളിലും ഞങ്ങൾക്ക് പിള്ളേരില്ലേ, പള്ളിയിൽ ആള് കുറയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറയും, ഇനിയും കുറയും. ഇത് കൂടാനൊന്നും പോകുന്നില്ല, ആരും വിചാരിക്കണ്ട. നിങ്ങൾ നോക്കി, 5 വർഷം കഴിയുമ്പോൾ ഇതിന്റെ പകുതി ആളെ ഇവിടെ കാണത്തുള്ളൂ ഈ നോയമ്പിൽ. ദേവാലയത്തിൽ അതുപോലെ തന്നെ അതിന്റെ ആനുപാതികമായിട്ട് സംഭവിക്കും, സഭയിലും സംഭവിക്കും. നിങ്ങൾ നോക്കുമ്പോൾ പുരോഹിതന്മാരുടെയൊക്കെ എണ്ണം വർദ്ധിച്ചു, മെത്രാച്ചന്മാരുടെയൊക്കെ എണ്ണം വർദ്ധിച്ചു, വിശ്വാസികളുടെ എണ്ണം പകുതിയായി. നിങ്ങൾ അറിഞ്ഞോ? നമ്മൾ ശക്തി പ്രകടനങ്ങളിലും ഇംഗ്ലാവിളികളൊക്കെ നടക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരും കരഞ്ഞില്ല. പട്ടണം നശിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇങ്ങനെയാണ് ഇത് ഇല്ലാതാവുന്നത്, ശൂന്യമായി പോകും. എങ്കിലും ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു സന്തതി ശേഷിച്ചിരിക്കും. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, പലയിടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ എത്രയിടത്ത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു വിശുദ്ധ ജനതയെ കുഞ്ഞുങ്ങളെയാണ് ദൈവം ക്രമീകരിക്കുന്നുണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യമാണ്. നല്ല വിശുദ്ധരായ പിള്ളേർ, വിശുദ്ധർ, പരിമല തിരുമേനിയെ പോലെ, മാതാവിനെ പോലെ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ദൈവം ക്രമീകരിക്കുന്നു. എന്തൊരു ശക്തി! അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് സ്പിരിച്വലി ഹൈ മോട്ടിവേറ്റഡ് ആണ്. ആ പ്രകാശം വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ട്. വെറുതെ കൂടിയാൽ കിട്ടത്തില്ല. നമ്മൾ പ്രാർത്ഥനായോഗത്തിന് കൂടുന്ന പോലെ കൂടിയാലൊന്നും പറ്റില്ല. വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാത്തത് കർത്താവ് വരത്തില്ല. നിങ്ങൾ ഇനിയും ഉച്ചയും കുത്തി നിന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും വിശുദ്ധി ഇല്ലെങ്കിൽ കർത്താവ് അവിടെ വരില്ല. കാരണം ദൈവം പരിശുദ്ധനാകുന്നു, അത്രയേ ഉള്ളൂ. സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാം വലിയ സ്നേഹത്തിലാണ്, ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അശുദ്ധമായ വ്യാപാരത്തിൽ സ്നേഹം വ്യാപരിച്ചു എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? അശുദ്ധമായ വ്യാപാരം ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ അവിടെ ദൈവം പ്രസാദിക്കില്ല. അതായത് ഞങ്ങൾ ആൺവർഗത്തെ പറ്റി ആദ്യം പറയാം, എന്നിട്ട് നിങ്ങളെ ഞാൻ വിടത്തില്ല. ഇപ്പോൾ മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ മദ്യപിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ശരീരത്തെ എന്തെങ്കിലും മലിനതകൾ കൊണ്ട് അശുദ്ധമാക്കുന്ന 3 പേർ, അവർ വലിയ സ്നേഹിതരാണ്, ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ആരാധനയൊക്കെ നടത്തുന്നുണ്ട്, പ്രാർത്ഥനയോഗം നടത്തുന്നുണ്ട്. പക്ഷെ അശുദ്ധിയാണ്.
കർത്താവ് വരില്ല, നോക്കണ്ട, വരത്തില്ല. ഇവിടെ ഇതൊക്കെ സാധനം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്കും ഉണ്ട് ഇതെല്ലാം. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. മദ്യപാനം ഇപ്പൊ സ്ത്രീകളിൽ ഒരു വലിയ ഒരു പ്രൗഢിയുടെ അലങ്കാരമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ആശ്രമത്തിൽ കൗൺസിലിങ്ങിന് പിള്ളേർ വരും. ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് സ്ത്രീകൾക്കാണ് ഈ ജഡീക ആസക്തിയിൽ ഏറ്റവും കൂടുതൽ മലിനപ്പെട്ട് കിടക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, പോണോഗ്രാഫിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഇപ്പൊ പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല കൂടുതൽ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേർ മാത്രമാണ് ഈ കൗൺസിലിങ്ങിനും കർത്താവെ എന്നെ ഒന്ന് സഹായിക്കാമോ, ഞാൻ പെട്ടുപോയി, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥന, എങ്ങനെയാണ് ഇതൊന്ന് കരകയറുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എന്നാലും അത്രയും ഗ്രേഡ് പോയില്ലെങ്കിൽ ഞാൻ പറയാം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഈ വകയൊന്നും പേർ പറക പോലും അരുതെന്നാണ്. എത്ര സ്ത്രീകളുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അതിനൊന്നും നേരെ. ഞങ്ങൾക്ക് ഈ മദ്യം, ലഹരി, മറ്റേ കൊലപാതകം ഇങ്ങനെയുള്ള സാധനമായിട്ട്, പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെ കാര്യമായിട്ട് ഞങ്ങൾ പോകും. ഈ പൊട്ടച്ചൊല്ലും ചീത്തത്തരം ഒന്നും പറഞ്ഞാൽ ഇരിക്കാനുള്ള സമയമില്ല. അതിവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കുടുംബത്തിലെല്ലാം ആയി. എന്നിട്ടിരുന്ന് വൈകിട്ടിരുന്ന് വിളക്കൊക്കെ കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് കാണത്തില്ല കേട്ടോ. ഞാൻ പച്ചയ്ക്കും കൊണ്ട് പറയുകയാണ്, വിശുദ്ധി വേണം. ആദ്യം വിശുദ്ധി. അത് ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുത്തിരുന്നാൽ നമ്മുടെ നിനുവാ പട്ടണത്തെ അവൻ കാണിച്ചു തരും. അകത്തുള്ള നിനുവാ പട്ടണത്തെ. ഇതിനു വേണ്ടിയാണ് നിനുവാ നോവ് നോക്കുന്നത്. അല്ലാതെ പണ്ട് നടന്ന ഒരു സംഭവത്തെ എടുത്ത് ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുകയാണെന്നാണ് പല ബെന്തിക്കോസ് സഹോദരങ്ങളും പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നത്. അജ്ഞത എന്നല്ലാതെ എന്ത് പറയാനാണ്? നമ്മുടെ ഉള്ളിലെ നിനുവാ പട്ടണത്തെ നമ്മൾ അന്വേഷിക്കുകയാണ്. അവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ജഡീക പാപങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അത് ചരതിച്ചു വെച്ചിട്ടുണ്ടോ, കൂടി വന്നിട്ടുണ്ടോ, ഇന്നലത്തേനേക്കാളിൽ കൂടുതലാണെങ്കിൽ അത് ക്ലാവ് പിടിച്ചിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനുള്ള ഓരോ വർഷത്തെ യജ്ഞമാണിത്. അല്ലാതെ ചടങ്ങിന് വേണ്ടി നിനുവാ നോമ്പ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. 4 ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കുർബാനയും കൊണ്ടു. 3-ാം ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ആള് പഴയത് തന്നെ. പിന്നെ എന്തിനാണ് നോക്കുന്നത്? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുഴുവൻ ഒന്ന് പരിശോധിക്കണം. ശരിക്കും നമ്മൾ ആത്മീകരാണോ? ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണിത്. നിങ്ങളോടങ്ങ് ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. 3-ാമത്തെ കൂട്ടരാണ് ആത്മീകർ. അവർക്ക് മാത്രമേ വെളിപാടുകൾ കിട്ടൂ. വെളിപാടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനന്ദം അതിൻ്റെ കൂടെ ബൈ ഡീഫോൾട്ട് പാക്കേജ് ആണ്. എന്താണ്? ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്ന പാക്കേജാണ് ആനന്ദം. കഷ്ടതയില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കഷ്ടത കാണും, വേദനകൾ കാണുമായിരിക്കും, നോവിച്ചവരുണ്ടാവും, പ്രയാസപ്പെടുത്തിയവരുണ്ടാവും, ആകുലപ്പെടുത്തിയവരുണ്ടാവും, വേദനയിൽ കൂടി കഴിഞ്ഞു പോകുന്നവരുണ്ടാകും, തീരാവ്യാധികൾ കൂടി യാത്ര ചെയ്യുന്നവരുണ്ടാകും, നൊമ്പരപ്പെടുന്ന അനുഭവങ്ങൾ കൂടി യാത്ര ചെയ്യുന്നവരായിരിക്കാം, ഭീകരമായ മരണകരമായ രോഗങ്ങൾക്ക് വിധേയനായിരിക്കാം. പക്ഷേ ആനന്ദം അതുകൂടെ കാണും. നിങ്ങൾക്കറിയാം, പരിമൽ തിരുമേനി അവസാന ഘട്ടത്തിൽ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അനേക രോഗികൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് സൗഖ്യമാകുവാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹം അവിടെ എല്ലാം തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രോഗം വിട്ടുമാറുന്നു. കാരണം എന്താണ്? ശക്തി പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ്. ശക്തിയുണ്ടെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ വലത് കൈ രോഗിയുടെ തലയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ മുറുക്കി പിടിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താണ്? അകത്ത് വേദനയാണ്, സഹിക്കാൻ വയ്യ. പക്ഷെ അദ്ദേഹത്തെ തൊട്ടാ സൗഖ്യം വരികയാണ്. അദ്ദേഹത്തിന് വേദനയാണ്. പക്ഷെ ഈ വേദന അദ്ദേഹം അറിയുന്നുണ്ട്. പക്ഷെ ആ വേദനയെ കവച്ചു വയ്ക്കുന്ന ദൈവിക ആനന്ദത്തിൽ നിറഞ്ഞിരിക്കുന്ന ആനന്ദത്തിന്റെ ശക്തിയാണ്
രോഗികളുമേൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ല, ദൈവം നേരിട്ട് വരുന്ന അല്ലിത്. ദൈവം നേരിട്ട് അവിടെ ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് കർത്താവിന്റെ പച്ചയായ പ്രസൻസ് അനുഭവിച്ച് കഴിയുമ്പോൾ ആ പ്രസൻസിൽ അദ്ദേഹത്തിന് വെളിപ്പെടുന്ന വെളിപാടുകളുടെ കൂടെ കിട്ടുന്ന ആനന്ദത്തിന്റെ പാക്കേജിൽ നിന്നാണ് ഈ ശക്തി പുറപ്പെടുന്നത്. ശക്തി ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതായത് സൗഖ്യം ഉള്ളിൽ നിന്നാണ് വരുന്നത്, പുറത്തു നിന്നല്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു മർമ്മം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് സ്വയമായി നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷെ ഈ ആനന്ദം നിറയണം. സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസന്നിധിയിൽ സമാധാനമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സൗഖ്യം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നു. അപ്പോൾ പുരോഹിതൻ പറയുന്നു, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ. തലവേദന വന്നവന് തലവേദന ചിലപ്പം കാണുമായിരിക്കും, പക്ഷേ ഈ സമാധാനം കൊണ്ടുപോകണം. കാരണം ഈ സമാധാനം തരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കാര്യം? ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ സെതറയിലെ ഒരു പ്രാർത്ഥന എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിലോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. അത് ആത്മാവ് അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സമാധാനം നൽകുക എന്ന് പറഞ്ഞ അർത്ഥം? അതായത് തിരുശരീര രക്തങ്ങളെ ഇങ്ങനെ കൈ ചുറ്റി കോർത്തെടുത്ത് അത് കോരിയെടുത്തിട്ടാണ് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉള്ള കാര്യം പറയണം. ചുമ്മാ ഇവിടെ നിന്ന് കള്ളം പറയരുത്. കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ പൊതുയോഗം സമാധാനപരമായിട്ട് നടക്കും. പക്ഷെ ഇന്നേ വരെ ഒരു ദേവാലയത്തിലും സമാധാനപരമായ ഒരു പൊതുയോഗം നടന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉള്ള ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തുതി. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിമ്മയും വരുമ്പോഴും കെട്ടിപ്പിടിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്നില്ല. ഇത് കൊടുത്തു, അവിടുന്ന് എടുത്ത് കൊടുത്തു. ചിലപ്പോൾ പുരോഹിതൻ പോലും റിസീവ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം പുരോഹിതനിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഇത് പുരോഹിതനിൽ കയറില്ല. പുരോഹിതനിൽ കൂടിയല്ലേ ഇത് പോകുന്നത്. വിശുദ്ധ കുർബാനയാണ് കേട്ടോ. അത് ആര് ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും കുർബാനയിൽ ശക്തിയാണ്. വിശുദ്ധ ശരീരവും രക്തവും ആകുകയും ചെയ്യും. പക്ഷെ ഇത് റിസീവ് ചെയ്തിട്ട് എടുക്കുന്ന ആളിലേക്ക് കയറാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ എടുത്തു തരണം എന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം എടുക്കണം, വേണ്ടേ? എന്നിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. എന്നിൽ കൂടെയേ അത് സാധ്യമാകൂ എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ പുരോഹിതൻ ആദ്യം റിസീവ് ചെയ്യണം. അതിന് പുരോഹിതൻ എന്ത് വേണം? വിശുദ്ധി വേണം. ആ വിശുദ്ധിയിൽ നിന്നാണ് ഇത് അങ്ങോട്ട് തരുന്നത്. അങ്ങോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ നിങ്ങൾക്ക് വിശുദ്ധി വേണം. കാരണം എന്താണെന്ന് ചോദിച്ചത്. ആ ചോദ്യം കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുകയാണ്. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് വന്നു ചേരുന്നത്? അത് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഇതൊരു മർമ്മമാണ്. ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഇതൊരു മർമ്മമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണോ നിങ്ങൾക്കുണ്ടാകുന്നത്? ഉണ്ടാകുന്നെങ്കിൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടാകുന്നെങ്കിൽ ഒരനുഭവമാണോ നിങ്ങൾക്കുണ്ടാകുന്നത് എന്നാണ് എന്റെ ചോദ്യം. ആണോ? സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ ചോദ്യം. ഒരനുഭവമാണോ ഉണ്ടാകുന്നത്? അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പറയുന്നു, അവിടുത്തെ ആത്മാവിനോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. അതായത് അച്ഛനെ റിസീവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന പോലെ അച്ഛൻ്റെ കൂടെ അത് ഇരിക്കട്ടെ. ഇതിപ്പം രണ്ടിടത്തും കിട്ടുന്നില്ല. കാരണം എന്താണ്? എടുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സമാധാനം എന്ന് പറയുന്നത് ഒരു അനുഭവമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം. ആര്? കുറച്ച് പറഞ്ഞ ആ പേരൊന്ന് ഉറച്ചു പറഞ്ഞ കേക്കട്ടെ. ക്രിസ്തു യേശു എന്നൊന്ന് പറ. അത്രയെങ്കിലും ഒന്ന് ഉറച്ചു പറ. അയ്യോടാ, എന്തോ ഒരു ശബ്ദം. ക്രിസ്തു യേശു നമ്മുടെ സമാധാനം എന്ന് പറയാമോ? കുറച്ചും കൂടെ ഒച്ചത്തിൽ പറഞ്ഞു. കർത്താവ് ഒന്ന് സന്തോഷിക്കട്ടെ. ക്രിസ്തു യേശു എന്റെ സമാധാനം. അങ്ങനെ പറ. എന്റെ സമാധാനം എന്ന് പറ. ക്രിസ്തു യേശു എന്റെ സമാധാനം. അപ്പോൾ ഈ തിരുശരീരങ്ങളിൽ കോരി നിങ്ങൾക്ക് തരുന്നത് അനുഭവമല്ല, ഒരു വ്യക്തിയെയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്.
I am giving you none other than Jesus Christ, not an experience. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. പലരുടെയും വിചാരം സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഏതോ ഒരു അനുഭൂതി വന്ന് നിറയുന്നതെന്നാണ്. അല്ല, യു ആർ റിസീവിങ് ജീസസ് ക്രൈസ്റ്റ്. അവൻ നമ്മുടെ സമാധാനം. ഈ വ്യക്തി അടുത്തങ്ങോട്ട് വരുമ്പോൾ അഴുക്ക് കണ്ടാൽ അവിടെ നിൽക്കത്തില്ല. ആവർത്തന പുസ്തകം 23 എടുക്കൂ. ആവർത്തന പുസ്തകം 23 അധ്യായം വാക്യം 23 അധ്യായം 14 വാക്യം എന്ന് വായിച്ചു. ആവർത്തന പുസ്തകം 23:14. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട്, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അശുദ്ധി എന്ന് പോലും അല്ല. വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. ഇതാണ് പ്രശ്നം. അകത്ത് മുഴുവൻ നിനുവ പട്ടണം കിടക്കുകയാണ്. എന്നിട്ട് സമാധാനം തായോ എന്ന് പറഞ്ഞാലൊന്നും കിട്ടില്ല. കാരണം സമാധാനം എന്ന് പറയുന്നത് ഒരനുഭവമല്ല. പിന്നെ ആരാണ്? ക്രിസ്തുവാണ്. ഞാൻ വേറൊരു വാക്കാ പറഞ്ഞത്. അനുഭവമല്ല, മറിച്ച് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അനുഭവമല്ല, മറിച്ച് എന്താണ്? ക്രിസ്തുവേശുവാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അത് പിടികിട്ടിയെന്ന് മനസ്സിലായി. പക്ഷെ അനുഭവം എന്നുള്ളതിന് തത്തുല്യമായ വാക്ക് പറയണം. അനുഭവമല്ല, ഒരു അച്ഛൻ പറഞ്ഞു അനുഭൂതി. അനുഭൂതി അല്ലെന്നാ പറഞ്ഞത്. അനുഭൂതി അനുഭവമൊന്നും അല്ലിത്. പിന്നെ വ്യക്തിയാണ്. വ്യക്തി, ഇതൊരു വ്യക്തിയാണ് എടുത്ത് അങ്ങോട്ട് തരുന്നത്. അത് അച്ഛൻ ആദ്യം ആ വ്യക്തിയെ സ്വീകരിക്കണം. ആ അച്ഛൻ ആ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി വേർപാടിന്റെ നാടുചോറ് ഇടിച്ചു കളഞ്ഞു. ഇനി ഞാനും നിങ്ങളും എല്ലാം ക്രിസ്തുവേശുവിൽ ഒന്നായി തീർന്നിരിക്കും. അത് കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ എന്ന് എഫെസ്യരുടെ 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അകത്തെ നിനുവാ പട്ടണം വിശുദ്ധമാകാതെ, അവിടുത്തെ വൃത്തികേടെടുത്ത് കളയാതെ കർത്താവിന്റെ സമാധാനം കേറില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്, ഇത് കേട്ടോളൂ, ദൈവത്തിന് അശുദ്ധിയുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. അത് പഴയ നിയമത്തിലുമില്ല, പുതിയ നിയമത്തിലുമില്ല. പുതിയ നിയമത്തിൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ പാപം ചെയ്യുമ്പോൾ അവൻ ഇപ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാടായി നമ്മുടെ പാപത്തെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഞാനല്ല. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം എടുക്കും. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അവൻ ഇപ്പോഴും അറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നെന്നാണ്. അല്ലാതെ കർത്താവ് അറുക്കപ്പെട്ടങ്ങ് പോയിരിക്കുകയല്ല. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. നിന്നെ അതായത് ഇത് എപ്പോഴാണ്, ആരെഴുതിയതാണ്? യോഹന്നാൻ ശ്ലീഹ. അദ്ദേഹത്തിനുണ്ടായ വെളിപാടാണ്. അദ്ദേഹത്തിന് വെളിപാടുണ്ടായത് കർത്താവ് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. യോഹന്നാൻ ശ്ലീഹയാണ് ഏറ്റവും കൂടുതൽ പ്രായമായിട്ട് മരിച്ചിട്ടുള്ളത്. ഏകദേശം AD 90-ലൊക്കെയാണ് യോഹന്നാൻ ശ്ലീഹ മരിക്കുന്നത്. അപ്പോൾ പത്മോസ് ദ്വീപിൽ വെച്ചുണ്ടായ വെളിപാടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വെളിപാട്, നമ്മൾ ആദ്യം പറഞ്ഞ വെളിപാട്. അപ്പോൾ പത്മോസ് ദ്വീപിനകത്ത് ആ ഗുഹയ്ക്കകത്ത് കുത്തിയിരുന്നാലും അവൻ ആനന്ദമാണ്, സന്തോഷമാണ്, നിറവാണ്. ഒറ്റയ്ക്കാണെന്നോ ഒന്നുമില്ല, ഒരു തോന്നലുമില്ല. കാരണം കർത്താവ് കൂടെ വലിയ സ്വർഗീയ സൈന്യം, സ്വർഗീയ കുടുംബം അല്ലെ. എഫെസ്യ ലേഖനം 3:14 അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്നാണ്. സ്വർഗത്തിലൊരു കുടുംബമുണ്ട് അല്ലേ. നമ്മൾ എവിടെയാ വന്നിരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? മേഘതാമസിനും കൂരിട്ടിനും അന്ധകാരത്തിനും കൊടുങ്കാറ്റിനും അടുക്കിലേക്ക് അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ കൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളത് അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. താൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും ആ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയി. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളൊരു ആരാധനയ്ക്ക് വരുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? വലിയൊരു കുടുംബത്തിലാണ്. പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ നഗരത്തിലേക്കും സിയോൻ പർവ്വതത്തിലേക്കും
സ്വർഗീയ ദൂതന്മാരുടെ സർവ്വസംഘത്തിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. വെറുതെ ചുമ്മാ ഒറ്റയ്ക്ക് വന്നിരിക്കുകയല്ല. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ ഇരിക്കുമ്പോൾ വലിയൊരു കുടുംബത്തിന്റെ ഇടയിലാണ്. അവന് മുഷിപ്പില്ല. ഇതിപ്പോ എല്ലാവരും അങ്ങ് സ്വയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഒറ്റയ്ക്കായി. പ്രായമായിരിക്കുന്നവരുടെ ഒരു വല്ലാത്തൊരു വേവലാതിയാണ്. മക്കളിട്ടേച്ചു പോയി, ഞാൻ ഒറ്റയ്ക്കായി. എന്തുകൊണ്ട് ഒറ്റയ്ക്കായി? ക്രിസ്തു സാന്നിധ്യം കിട്ടിയില്ല. ഈ പറയാൻ എനിക്ക് എളുപ്പമാണ്, കേൾക്കുവാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ലോൺലിനെസ്. 2 വാക്കുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലോൺലിനെസ് ആൻഡ് എലോൺലെസ്. ഇത് രണ്ടാണ്. ട്രൈ ടു ബി എലോൺ. ഡോണ്ട് എവർ മേക്ക് യുവർ സെൽഫ് ലോൺലി. ക്രിസ്ത്യാനിക്ക് ലോൺലി ആയിട്ടിരിക്കാൻ പറ്റില്ല, കാരണം ക്രിസ്തു കൊണ്ട് കൂടെ. പക്ഷെ എലോൺ ആയിട്ടിരിക്കാൻ പറ്റും. എലോൺ എന്ന് പറഞ്ഞാൽ ഓൾ പ്ലസ് 1 എന്നാണ് അർത്ഥം. ഓൾ പ്ലസ് 1, മീ ദ വൺ. ദ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാമായിരിക്കുന്ന കർത്താവ് ഞാനും കൂടി ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് എലോൺലെസ് എന്ന് പറയുന്നത്. മറ്റേ ലോൺലെസ് അത് പിശാച് കൊണ്ടുവരുന്നതാണ്. മടിയന് കിട്ടുന്നതാണ് ലോൺലെസ്. കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവന് കിട്ടുന്നതാണ് എലോൺലെസ്. മറ്റൊരു വാക്ക് പറഞ്ഞാൽ എംപ്റ്റീനെസ്. ഇത് 2 വ്യത്യാസമാണ്. അതായത് 2 വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് അല്ലേ? ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അതായത് മടിയനായവന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാകും. അതിന്റെ നേരെ റിവേഴ്സ് ഒരു സാധനമുണ്ട്, അതാരും പറഞ്ഞു പഠിപ്പിക്കാറില്ല. An empty mind is God's workshop. ശൂന്യമാക്കപ്പെട്ട ഒരു മനസ്സ് കർത്താവിന്റെ പണിപ്പുരയാണ്. ശൂന്യതയിൽ നിന്നാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. ശൂന്യമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രനാകുകയാണ് അർത്ഥം. അവർ ഭാഗ്യവാന്മാരെന്നാണ്. അവിടെ കർത്താവേ ഉള്ളൂ. ആ കുടുംബം പിന്നിങ്ങി ഇറങ്ങി വരും. കർത്താവും മാതാവും രാജകീയമായ വലിയ കുടുംബം ഇറങ്ങി വന്ന് നിങ്ങളോട് കൂടെ. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയാലും നമ്മോട് കൂടെ. വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുന്നത്? എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തുക. എപ്പോഴാണ്? അന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ആ അവസരം മനസ്സിലായി കാണുമായിരിക്കും. വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അൻപുടയനെയൊക്കെ കഴിഞ്ഞ് സ്വർഗസ്നായ പിതാവെ ചൊല്ലിക്കഴിഞ്ഞ് വിശുദ്ധ കുർബാന ഇങ്ങനെ എലിവേറ്റ് ചെയ്യത്തില്ലേ അല്ലേ? അതിന് അന്നേരം ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്? പരിശുദ്ധനാകുന്ന ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞ് അപ്പവീഞ്ഞുകളെ ഇങ്ങനെ ഉയർത്തുന്നതിനെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കുർബാനയൊക്കെ കാണാൻ തോന്നിയ വർഷങ്ങളായില്ലേ? സാത്താനോടുള്ള പോരാട്ടവും എന്താ? സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. കർത്താവ് പോയി, സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ തൊട്ട് താഴെ നമ്മൾ എന്താ പറയുന്നത്? അങ്ങ് ദൂരത്ത് പോയി എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ നമ്മൾ പറയുകയാണ്, കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ തന്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. ഇമ്മാനുവേൽ. അതുകൊണ്ട് കൂടെ ഇരിക്കുന്ന ഈ കർത്താവിനെ തൊട്ടറിയാനും പച്ചയായിട്ട് നമുക്കൊന്ന് കാണുവാനും ആസ്വദിക്കാനും ഒക്കെ ഈ ജഡശരീരത്തിൽ ഇരിക്കുമ്പോഴേ നമുക്ക് സാധിക്കും. ആത്മാവിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് വലിയൊരു പവറാണ്, വലിയൊരു തൊടലാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്തൃ സാന്നിധ്യം നിങ്ങൾ ഈ നോയമ്പിൽ അറിയണം. വാക്കുകളെ ഞാൻ പതുക്കെ അവസാനിപ്പിക്കുക. യോന ആദ്യം അവൻ ദൈവത്തിന്റെ കൽപ്പന മറുത്ത് തർശീശിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ദൈവശബ്ദം കേട്ടിട്ട് മാറിപ്പോവാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ജഡീകരായതുകൊണ്ടാണ്. പ്രാകൃതൻ ദൈവശബ്ദം കേൾക്കുകയില്ല. അവൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും കാണില്ല. ജഡീകരായ നമുക്ക് ഈ ശബ്ദം വല്ലപ്പോഴും ഒക്കെ ദൈവം കേൾപ്പിക്കും. ഒന്നുകിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉത്ബോധ്യം തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വചനത്തിൽ കൂടി ആയിരിക്കാം. എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാവരെയും ദൈവം തന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കും. ഇതായിരുന്നു കർത്താവിന്റെ ശബ്ദമെന്ന് പിന്നീടെങ്കിലും നമ്മൾ തിരിച്ചറിയും. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ദൈവശബ്ദം കേട്ടിട്ട് അതിന്റെ പുറകെ പോകുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ജഡീകരാണ്. ജഡം പറയും അത് വേണ്ട. കാരണം ജഡം പിശാചിന്റെയാണ്. ജഡത്തിലാണ് പിശാച് പണി തുടങ്ങുന്നത്. ദേഹിയിൽ അത് പൂർത്തീകരിക്കും. ആ വിഷയത്തേക്കൊന്നും ഞാനിപ്പം കയറുന്നില്ല. അപ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുമാണ് ചിന്തിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആത്മീകർ. അവരിലേക്ക് വെളിപാടുകൾ വരുന്നതുകൊണ്ട് അവർക്ക് ആനന്ദം ഉണ്ടായി. അവർ എല്ലാത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയും. അത് അഴുക്ക് ഓടയിൽ കിടന്നാലും അവൻ ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയും. എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീണു എന്നുള്ള അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞത്. ചില സാഹചര്യങ്ങൾ നമ്മൾ ചെന്ന് പെടുമ്പോൾ അവിടെയും ക്രിസ്തു സാന്നിധ്യം എപ്പോഴും കർത്താവ് കൂടെ. ഈ കർത്താവിനെ കൂടാതെ ക്രിസ്ത്യാനി ആത്മീയ ജീവിതം നടത്താമെന്ന് വിചാരിക്കേ വേണ്ട. കർത്താവിനെ കൂടാതെ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് പോകുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ സാന്നിധ്യ ബോധം സദാസമയവും കൂടെ. അങ്ങനെയുള്ളവർക്ക് വെളിപ്പെട്ട പ്രാർത്ഥനകളാണ് ഇവയെല്ലാം, ഈ സെദറ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇന്നലത്തെ സന്ധ്യയുടെ പ്രാർത്ഥനയിലെ ഒരു മർമ്മമാണ്. അതിപ്രകാരമാണ്, നിങ്ങൾ കേട്ടോളൂ, കേട്ട് ബോധം കെട്ട് താഴെ വീഴരുത്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനകളുടെ ആഴം കണ്ടിട്ട് നമുക്ക് ബോധം കേട് വരാൻ സാധ്യതയുണ്ട്. ഇതെന്തുവാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ എന്താണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ ജഡീകരായതുകൊണ്ടാണ്. ആത്മാവിൽ എഴുതിയ പ്രാർത്ഥനകൾ നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് നമ്മൾ ആത്മീകരല്ലാത്തതുകൊണ്ടാണ്. MSc മാത്സ് പഠിക്കുന്ന ഒരുത്തന് ഇട്ടുകൊടുക്കുന്ന ഇക്വേഷൻ MSc മാത്സ് പഠിക്കുന്നവനോ അല്ലെങ്കിൽ അതിന് മുകളിൽ പഠിക്കുന്നവനോ മനസ്സിലാകത്തുള്ളൂ, അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോ കൊടുത്ത് അവൻ സോൾവ് ചെയ്യുമോ? ഇതാണ് അവസ്ഥ. നമ്മൾ 10ാം ക്ലാസ്സിലോ അല്ല 1ാം ക്ലാസ്സിലോ ആണോ? ഇവരങ്ങ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുക. ഏതില് പഠിച്ച് അക്കാഡമിക്സിൽ ബിബ്ലിക്കൽ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വിശുദ്ധ ജീവിതത്തിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുക. വിശുദ്ധി കർത്താവിനൊപ്പമാണ്. അപ്പൊ അവർ കർത്താവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതുകയാണ്. ഇത് നമുക്ക് പിടികിട്ടുന്നില്ല. അതാണല്ലോ സെദറ വായിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ ആ മൂലയ്ക്ക് പോയി കസര എടുത്ത് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇത് എങ്ങനെയും അങ്ങ് തീർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. കാരണം ഇതിലെ ഒരു പ്രാർത്ഥന പോലും നമ്മുടേതാവുന്നില്ല. അതേസമയം അതിന്റെ ഇടയ്ക്ക് വല്ലതും എന്താ പറയാ, കർത്താവെ എന്റെ ഞരമ്പിന്റെ വേദനയൊന്ന് മാറ്റണമെന്ന് എഴുതിയിരുന്നെങ്കിൽ നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞേനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ജന്മദിന പ്രാർത്ഥനകൾ എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും അരോചകം തോന്നാറുണ്ട്. അൻപുടയോനെ ഒക്കെ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് നല്ല ഒന്നാന്തരം പ്രാർത്ഥനകൾ നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ തലത്തിൽ നിന്നുകൊണ്ട് എഴുതണം. ഇത് ചുമ്മാതെ ആ പ്രാർത്ഥനയുടെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ കർത്താവ് ഇന്ന് ജന്മദിന ആഘോഷം എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രാർത്ഥന കേട്ടെ, അന്നേരം മനസ്സിലാവും ആ പ്രാർത്ഥനയുടെ കുഴപ്പം എന്തുവാണ്. ദൈവമേ, ത്രിവിധത്തിൽ അരിഷ്ടന്മാരായിരുന്ന ഈ ശിഷ്യന്മാരിൽ കരുണ കാണിച്ചുകൊണ്ട് ശക്തിയായി തുളച്ച് നിന്റെ ജനത്തെ ഛേദിക്കുന്നതും ഭയങ്കരമായ മൂർച്ച കൂട്ടി തിളങ്ങുന്നതുമായ വാളിനെ മടക്കി അതിന്റെ ഉറയിലേക്ക്
നീ തിരിച്ചിടണമേ. തൊട്ട് താഴെ, കർത്താവെ, ഡിസംബർ 21 ജന്മദിനം ആഘോഷിച്ച മറിയാമ്മയെ സമർപ്പിക്കുന്നു. ചേരുന്നുണ്ട് ഇതുമായിട്ട്. ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇതാരെങ്കിലും പറയണ്ടേ? പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പൊതുയോഗം അന്ന് അപ്പം കൂടും. വേണമെങ്കിൽ 50 രൂപ ഇടയ്ക്ക് കൂടിക്കളയും. അച്ഛൻ ജന്മദിനം ഓർത്തില്ല. തൂയോഗം മുതൽ ഈ പേര് ഓർത്തിരിക്കുന്നതിനുള്ള വിവരം ഈ പോഷൻ അറിഞ്ഞുകൂടാ. അത് വേറെ കാര്യം, പോട്ടെ. അത് വിടട്ടെ, അത് പോട്ടെ. ഞാൻ ഇതിലേക്ക് വരാം. ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇന്നലെ എനിക്കൊരാൾ അയച്ചതാണ്, അച്ഛാ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷം തോന്നിയത് അറ്റ്ലീസ്റ്റ് സെതറകളൊക്കെ ശ്രദ്ധിക്കുന്ന യുവാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നോട് പറകട്ടോ. ത്രിവിധത്തിൽ അരിഷ്ടന്മാരായിരുന്ന ഈ ശിഷ്ടന്മാരിൽ കരുണ കാണിച്ചുകൊണ്ട് ശക്തിയായി തുളച്ച് നിന്റെ ജനത്തെ ഛേദിക്കുന്നതും ഭയങ്കരമായ മൂർച്ച കൂട്ടി തിളങ്ങുന്നതുമായ വാളിനെ മടക്കി അതിന്റെ ഉറയിലേക്ക് നീ തിരിച്ചെടുക്കണമേ. ഡോക്ടറേറ്റ് പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വിശുദ്ധരാകണം, അല്ലെ കയറത്തില്ല. നിങ്ങളിനി ഉച്ചയും കുത്തിന്നാലും കയറത്തില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? എന്നോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത്, ഈ ത്രിവിധത്തിൽ അരിഷ്ടരായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ? 3 വിധത്തിൽ അരിഷ്ടരായിരിക്കുന്ന എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതുപോലുള്ള പ്രാർത്ഥന മുഴുവൻ കിടക്കുകയാണ് കേട്ടോ സെതറ പുസ്തകത്തിൽ. മൊത്തം ഇമാതിരിയുള്ള സാധനമാണ്. ഇതിലെ ഒറ്റ പ്രാർത്ഥന എടുത്ത് ഒരു ആഴ്ച ധ്യാനിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം മുഴുവൻ ധ്യാനിച്ചാലും ഈ ധ്യാനത്തിന്റെ അത്രേ ജ്ഞാനോ ആരെടുക്കുന്ന ധ്യാനമോ ആവത്തില്ല. പക്ഷെ ഇത് മനസ്സിലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇത് കാണാൻ പഠിക്കുകയും ഒന്നും വേണ്ട. കർത്താവിന്റെ അടുത്ത് വെറുതെ പോയിരുന്നാൽ മതി. ഞാൻ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചില സമയത്തെങ്കിലും ഒന്നും പ്രാർത്ഥിക്കരുത്, വേദോത്സവം വായിക്കരുത്, ആരാധിക്കുക, ഒന്നും ചെയ്യരുത്. വെറുതെ പോയതായിട്ട് ഇതുപോലൊരു പടം എടുത്തു വെച്ചിട്ടേ ചുമ്മാ നോക്കിയിരിക്കണം. ചുമ്മാ അങ്ങനെ മണിക്കൂറുകൾ നോക്കിയിരിക്കുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. മണിക്കൂറുകൾ ഒന്നും പ്രാർത്ഥിക്കത്തില്ല. അവർക്കൊന്നും പ്രാർത്ഥിക്കാനില്ല. എന്ത് പ്രാർത്ഥിക്കാനാണെന്നാണ് ചോദിക്കുന്നത്. ആകെപ്പാടെ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 വാക്കേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. വേറെ എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമുള്ളത്? ഒന്നും ചോദിക്കാനില്ലെന്നേ. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ത്രിവിധത്തിൽ അരിഷ്ടരായിരിക്കുന്ന ഈ ശിഷ്ടന്മാരിൽ കരുണ കാണിച്ചുകൊണ്ട്, അതായത് ഈ ബലഹീനങ്ങളിൽ നീ കരുണ കാണിച്ചുകൊണ്ട് ശക്തിയായി തുളച്ച് ജനത്തെ ഛേദിക്കുന്നതും ഭയങ്കരമായ മൂർച്ച കൂട്ടി തിളങ്ങുന്നതുമായ വാളിനെ മടക്കി അതിന്റെ ഉറയിലേക്ക് തിരികെ വയ്ക്കണമേ. അപ്പോൾ ഇതിന്റെ അർത്ഥം ഞാനും കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു, കർത്താവ് ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞു, എടാ ബാക്കി മൊത്തം പകുതി വായിച്ചിട്ട് നിർത്താതെ. അതായത് ഈ ഒരൊറ്റ സെന്റൻസിൽ അതിന്റെ അവസാനത്തെ ഭാഗത്ത് അതിന്റെ അർത്ഥം കിടപ്പുണ്ട്. ത്രിവിധത്തിൽ അരിഷ്ടരായിരിക്കുന്ന ഈ ശിഷ്ടന്മാരിൽ കരുണ കാണിച്ചുകൊണ്ട് ശക്തിയായി തുളച്ച് നിന്റെ ജനത്തെ ഛേദിക്കുന്നതും ഭയങ്കരമായ മൂർച്ച കൂട്ടി തിളങ്ങുന്നതുമായ വാളിനെ മടക്കി അതിന്റെ ഉറയിലേക്ക് തിരിച്ചെടുക്കണമേ. അപ്പോൾ ഇവിടെ ഒരു വാളിനെ പറ്റി പറയുന്നുണ്ട്. ആ വാളിന് 2-3 ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, അത് ഭയങ്കരമായ വാളാണ്, അത് മൂർച്ചയുള്ള വാളാണ്, തിളങ്ങുന്ന വാളാണ്. അങ്ങനെ ഒരു വാളുണ്ട്. ആ വാളിനെ തിരിച്ചെടുക്കണമേ എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ത്രിവിധത്തിൽ അരിഷ്ടരായിരിക്കുന്ന ഞങ്ങളിൽ നിന്നാണ് ഈ വാളിനെ എടുക്കേണ്ടത്. 3 രീതിയിൽ അരിഷ്ടരായിരിക്കും. ഇങ്ങനൊരു വാള് വേദോത്സവത്തിലുണ്ട്. എവിടാണെന്ന് പറയാം? കറങ്ങുന്ന അഗ്നിയുള്ള ഭയങ്കരമായ മൂർച്ചയുള്ള ഒരു വാൾ ഒരാളുടെ ഏൽപ്പിച്ചിട്ട് ഒരിടത്ത് ദൈവം കാവൽ നിർത്തി. എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ. അങ്ങനെ കാവൽ നിർത്തുവാൻ കാരണം എന്താണെന്നറിയാമോ?
3 വിധത്തിൽ ആദാവും ഹവ്വായും അരിഷ്ടരായിപ്പോയി. ആ 3 വിധം കേറിയത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3-ൽ കൂടിയും അശുദ്ധി കയറി. അങ്ങനെ കയറിയാൽ പരിശുദ്ധാത്മാവ് അകത്തിരിപ്പുണ്ട്. അവനെ അങ്ങോട്ട് ഒതുക്കും ദൈവം. മാമോദീസയിൽ വെച്ച പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് ഒതുക്കിയിട്ട് കുറങ്ങുന്ന വാളിനെ അങ്ങോട്ട് വയ്ക്കും. കാരണം ആ പരിശുദ്ധാത്മാവിന് അശുദ്ധിയുമായിട്ട് സംസർഗം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ സ്നേഹവാനാകുന്നു എന്നല്ല. ഞാൻ മുമ്പേ പറഞ്ഞു, സ്നേഹമുള്ളവർ തമ്മിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങണമെന്ന് നിർബന്ധമില്ല. ചിലർ അവരുടെ ആത്മീയ ജീവിതത്തെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ദാനം ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാവരോടും സ്നേഹമുണ്ട്, എനിക്ക് ആരോടും പിണക്കമില്ല, ഇതൊക്കെ മതി, ഇത് പോരാ. അത് പോരാന്നേ. അത് പിശാചിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിശാചിന് നല്ലതായിട്ട് സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സ്നേഹമല്ലേ, കർത്താവ് അതല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തോന്നുന്ന പോലെ ജീവിക്കുന്നു, ഞങ്ങൾ തോന്നുന്ന പോലെ ഇടപെടുന്നു, ശാരീരിക ബന്ധത്തിൽ ഇടപെടുന്നു. ഇതെല്ലാം സ്നേഹമല്ലേ? സ്നേഹമല്ല, അതിന് കാമം എന്നാണ് പറയുന്നത്. കാമം. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ക്യാൻവാസിൽ മാത്രമേ വരയ്ക്കാവൂ. അല്ലാതെ വരച്ചാൽ അത് പിശാചിന്റെ സ്നേഹവും, അതിന് പറയുന്നത് വ്യാജ സ്നേഹം എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. റോമർ 5:5 കാര്യം. റോമർ 5:5 ഇപ്രകാരം പൗലോസ് പഠിപ്പിക്കുന്ന ഒരു മർമ്മം കിടപ്പുണ്ട്. അതായത് ദൈവസ്നേഹം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങളിൽ വെളിവാകുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. റോമർ എഴുതിയ ലേഖനം 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ക്യാൻവാസിലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ല എവിടെയും കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. 4 പേർ തമ്മിൽ സ്നേഹമാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും കർത്താവ് അവിടെ വരില്ല. കർത്താവ് വരണമെങ്കിൽ അവിടെ വിശുദ്ധി വേണം. കാരണം ദൈവം പരിശുദ്ധനാകുന്നു, അവൻ അശുദ്ധിയുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ നിങ്ങൾ പതിയെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ വലിയ പാപങ്ങളായിട്ട് നമുക്ക് തോന്നും. ഞാൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ ഓരോ ദിവസവും ചെറിയ പാപങ്ങൾ വലിയ പാപങ്ങളായിട്ട് തോന്നും. സാമാന്യജനമായിട്ടിരുന്നാൽ വലിയ പാപങ്ങൾ സാമാന്യവൽക്കരിക്കപ്പെടും. ഞാൻ എന്താണ് പറഞ്ഞത്? സാമാന്യമായിട്ടിരുന്നാൽ, സാമാന്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വലിയ വലിയ തിന്മകൾ പോലും സാമാന്യമാണെന്ന് നമുക്ക് തോന്നും. അത്ര ഞാൻ പറയുന്നു. ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ണിൽ കൂടി, ജഡത്തിൽ കൂടി, ജീവനത്തിന്റെ പ്രതാപത്തിൽ കൂടി അരിഷ്ടരായിരുന്ന ഞങ്ങളിൽ നിന്നും ആ ഭയങ്കരവും മൂർച്ചയും ശക്തിയുള്ളതും അഗ്നിയുടെ ശോഭയുള്ള വാളിൽ നിന്നും നീ മാറി ആ വാളിനെ തിരിച്ചെടുത്ത് നിന്റെ ഉറയിലിടണമേ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പാപങ്ങളെ നീ പരിഹരിച്ച് നിന്നോടുള്ള ആനന്ദത്തിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് ഇത് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം. അല്ല പറ്റില്ല. അവിടെ ദൈവമക്കളെ, നിനുവാ നോയമ്പിൽ ഈ നടുവിലത്തെ ദിവസം യോന മത്സ്യത്തിന്റെ അകത്ത് കിടക്കുകയാണ്. ഒരു പാതാളത്തിന്റെ അവസ്ഥയാണ്. അത് നല്ലതാണ്, ഒരു തീച്ചൂള. പക്ഷെ തീച്ചൂളയിൽ പാതാളത്തിലേക്ക് ഇറങ്ങിയവനാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അവൻ ചെളിക്കുണ്ടിലും വരും നിന്നെ രക്ഷിക്കാനാണെങ്കിൽ. പറഞ്ഞ മനസ്സിലായോ? ചെളിക്കുണ്ടിലും കർത്താവ് ഇറങ്ങും നിന്നെ രക്ഷിക്കാനാണെങ്കിൽ. നിനക്ക് ആഗ്രഹമുണ്ടല്ലോ, കർത്താവേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. അവൻ കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. മനസ്സിലായോ? നീ സെപ്റ്റി ടാങ്കിലാണ് വീണതെങ്കിലും അതിലേക്ക് കൈയിട്ട് നിന്നെ രക്ഷിക്കുവാൻ മാത്രം അത്രയ്ക്കും സ്നേഹമാണ് കർത്താവ്.
അത് നമ്മൾ മനസ്സിലാക്കിയാൽ അവന്റെ സാമീപ്യത്തെ നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധിയില്ലാത്തടത്ത് അവൻ വരില്ല എന്ന് പറഞ്ഞാലും നിന്നെ വിശുദ്ധനാക്കുവാൻ അവൻ അശുദ്ധനാകും. അതുകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങി അവൻ ആത്മാക്കളെല്ലാം രക്ഷിച്ചതുപോലെ ഇപ്പോൾ തീച്ചൂളയിലാണെങ്കിലും അവിടെ നാലാമതൊരാളായി നിന്നെ രക്ഷിക്കാൻ അവൻ വരും. ഈ സദറായിലെ പ്രാർത്ഥന തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ പേജെല്ലാം അവിടെ ഇവിടെ ആയിപ്പോയി. അതായത് ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ ദിവസത്തെ സദറാ ചിന്തകളിലെ പ്രാർത്ഥനയാണ്, ഇപ്രകാരമാണ്. അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും രാജാവുമാകുന്ന മശിഹാമ്പുരാനെ, പണ്ട് ഗിരിമുകളിൽ വെച്ച് ഉയർത്തിപ്പിടിച്ചിരുന്നതും ശ്ലീബായെ ദൃഷ്ടാന്തപ്പെടുത്തിയതുമായ മോശയുടെ കൈകളാൽ അമാലേക്കിന്റെ ദുഷ്ടസൈന്യത്തെ നീ പരാജയപ്പെടുത്തി. ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രവേശനമാണ്. ഇത് മനസ്സിലായോ? എന്തോ സംഭവം? അതിന് വേദവസം വായിക്കണം. വേദവസം വായിച്ചാൽ മനസ്സിലാവും. വചനവുമായിട്ട് ബന്ധമില്ലാതെ ആരാധന ആസ്വദിക്കാന്ന് വിചാരിക്കേണ്ട നടപ്പുള്ള കാര്യമേ അല്ല. ഓപ്ഷൻ അതിന് വേറെ ഇല്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ പ്രാർത്ഥന മനസ്സിലാവണമെങ്കിൽ ഈ സംഭവം എന്താണെന്ന് പിടികിട്ടണം. എന്തായിരുന്നു സംഭവം? മോശ അമാലേക്കരുമായുള്ള യുദ്ധത്തിൽ അവരെ ജയിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞ ആത്മീയ തന്ത്രമാണ്. ഈ ആത്മീയ തന്ത്രം എന്താണെന്ന് അറിയുവാൻ കർത്താവിന്റെ അടുത്തിരുന്നാലേ പറഞ്ഞു തരത്തുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് മോശ അമാലേക്കരുമുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അമാലേക്കർ അതികായകന്മാരാണ്. മാത്രമല്ല അവർക്കൊരു പ്രത്യേക തന്ത്രമുണ്ട്. പിന്നിൽ നിന്ന് ആക്രമിച്ചു കളയും. അത് ആവർത്തന പുസ്തകത്തിലുണ്ട്. അതെല്ലാം എടുക്കാൻ സമയമില്ല. 25-ാം അധ്യായത്തിലുണ്ട്. പിന്നിൽ നിന്നാണ് അറ്റാക്ക്. എന്താണ് പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്താലുള്ള ഗുണം? നിങ്ങൾ റാസ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നിൽ ആരായിരിക്കും? ഏറ്റവും പുറകിൽ വയ്യാത്തവര്, ഗർഭിണികള്, നടക്കാൻ വയ്യാത്തവര് ഒക്കെ അവസാനം ലെസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങി ഒന്ന് അവിടെ നിൽക്കും. അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. വയ്യ, പ്രായമായില്ലേ. ചിലർ ദേവാലയത്തിൽ ഇരിക്കുകയായിരിക്കും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇസ്രായേൽ മക്കൾ നടക്കുകയാണ്, അവർക്ക് അങ്ങ് ചെല്ലണം. അപ്പോൾ ഈ ഏറ്റവും പുറകിലാരാണ്? കുഞ്ഞുങ്ങള്, ഗർഭിണികള്, പ്രായമായവര്, രോഗികള്, ക്ഷീണിതര്, ഇവരൊക്കെയാണ് ഏറ്റവും പിന്നിൽ നടക്കുന്നത്. മിടുക്കന്മാരെല്ലാം മുമ്പിൽ നടന്നു പോകും. യഹോവയുടെ പെട്ടകം ഏറ്റവും മുമ്പിൽ. ഈ അമാലേക്കരുടെ പരിപാടി എന്താണെന്നറിയാമോ? പിന്നിൽ നിന്ന് വന്ന് ഇതുങ്ങളെല്ലാം ആദ്യം അങ്ങ് തട്ടും. ഗർഭിണികള്, പ്രായമായവര്, മുടന്തര്, രോഗികള്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഇവരോട് ഭയങ്കര കോപമാണ്. അതുകൊണ്ടാണ് ശൗലിനോട് പറഞ്ഞത്, അമാലേക്കരെ നീ നിർമൂല നാശം വരുത്തിയേക്കണം, ഒന്നും ശേഷിപ്പിക്കരുത്. അമാലേക്കർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിർമൂല നാശം വരുത്തണമെന്നാണ് പിതാക്കന്മാർ ഈ അമാലേക്കരെ പിശാചിന്റെ പ്രതിനിധിയായിട്ടാണ് പുതിയ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അമാലേക്കരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ തോൽപ്പിക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പാപത്തെ തോൽപ്പിക്കുക. അതിന് മോശയ്ക്ക് ദൈവം ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. എന്തുവാ തന്ത്രം? നീ ചുമ്മാ നിന്ന് പ്രാർത്ഥിച്ചാൽ പറ്റില്ല. പിന്നെ എങ്ങനെ നിൽക്കണം? കൈ ഉയർത്തി നിൽക്കണം. മോശയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയാം ആ സമയത്ത്? ഏകദേശം, കൃത്യമായിട്ടൊന്നും പറയണ്ട. എത്രാമത്തെ വയസ്സിലാണ് ഇറങ്ങുന്നത്? എത്ര? 40-ാം വയസ്സിലാണ്. 80-ാം വയസ്സിലാണ് ശുശ്രൂഷ തുടങ്ങുന്നത്. എത്രാം വയസ്സിലാണ് മരിക്കുന്നത്? 120 വയസ്സ്. എത്ര വർഷം നടന്നു? 40 വർഷം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആവറേജ് കണക്കെടുക്കുക. അപ്പോൾ ഇപ്പൊ എത്ര വയസ്സായി കാണും? 100 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 90-നും 100-നും ഇടയ്ക്കുള്ള ഒരു പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. 90 വയസ്സുള്ള അല്ലെങ്കിൽ 100 വയസ്സുള്ള ഒരാൾ കൈ ഉയർത്തി എത്ര നേരം നിൽക്കും? അച്ഛന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഈ കൈ ഉയർത്തി പിടിക്കുമ്പോഴേ ഈ കാപ്പ ഇവിടെ വെയിറ്റ് കാരണം ഈ സാധനം കഴിക്കും നല്ലതായിട്ട്. നിങ്ങളത് അറിയുന്നില്ല. അതുപോലെ കുർബാന കൊടുക്കുമ്പോൾ എനിക്ക് പറ്റുന്നതിൽ വലിയ ഒരു പ്രശ്നമാണ് ഈ ദൂരം മാറിയിരിക്കും. ചിലർ ഇത്രയും വരെ വന്നിട്ട് 2 അടി മാറിയിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇതിന്റെ പൊടി താഴെ വീഴാൻ സാധ്യതയാണ്. 2, ഇതിങ്ങനെ എല്ലാവർക്കും കൊടുക്കുവാണെങ്കിൽ കൈ കഴിക്കും. കൈ മുത്തുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, മാക്സിമം അടുത്ത് വരിക. പോട്ടെ, കൈ കഴിക്കും. 100 വയസ്സുള്ള മോശ ഈ
കാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സ്വർഗസ്നായ പിതാവെ ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോഴോ കൂടി വന്നാൽ 2 മിനിറ്റ് കാണും. അപ്പോഴേ നമ്മുടെ ഇടപാട് തെറ്റും. ഒരു ദിവസം മുഴുവൻ നിൽക്കണം ഇങ്ങനെ. വയസ്സ് 100 നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അഹറോനും ഹൂരും വന്ന് ഒരു കല്ലൊക്കെ വെച്ചിട്ട് 2 കൈ ഇങ്ങനെ പിടിച്ചു. ആണേ പിടിച്ചിട്ട് മോശ പറഞ്ഞു, മക്കളെ എടാ കൈ അഴയ്ക്കുന്നു, എന്നെ ഒന്ന് ഇരുത്ത്. അപ്പോൾ ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തു, കല്ലും കൊണ്ടുള്ള സ്റ്റൂൾ ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. എന്നാലും കൈ ആമാരി ഇങ്ങനെ പിടിച്ചിരുന്നു. കൈ ഇങ്ങനെ പിടിച്ചേക്കുകയാണ്. മോശ പറഞ്ഞു, എടേ തോറ്റാലും വേണ്ടില്ല, നീ കൈ താത്തിട്ട്. കുറച്ചേരം അമ്മാർ കൈ താത്തിട്ട. മോശ കൈ താത്തിട്ടു, അമ്മാലിയേക്കര് ജയിച്ചു. ഉടനെ യോശുവയും അഹ്റോനും കൂരും കൂടെ അപ്പച്ചാതാണ്ട് നമ്മൾ തൂക്കുവാണ്, കൈ ഉയർത്തി പിടിക്കുന്നു. ദൈവം അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാ പൊക്ക്, പയ്യ തളർന്ന കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക, കഴച്ചിട്ട് ഇടപാട് തെറ്റാണ്. അങ്ങനെ ഇരിക്കുകയാണ്. കൈ പൊക്കിയപ്പോൾ ഇസ്രായേൽ ജയിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? അതാണ് അറിയേണ്ടത്. ഇത് വായിച്ചാൽ അതുവഴി അങ്ങ് പോയാൽ പോരെ. നീ ശരീരത്തിൽ വേദനയെടുക്കുമ്പോൾ പിശാച് തൂക്കും. അതാണ്. ജഡത്തെ ജഡം കൊണ്ടാണ് തോപ്പിക്കേണ്ടത്, അല്ല പ്രാർത്ഥിച്ച് തോപ്പിക്കാന്ന് വിചാരിക്കേണ്ട. നടപ്പില്ല. അതായത് നിങ്ങൾക്ക് കാമാർത്തി ഉണ്ടെന്ന് വിചാരിക്കാം, ലൈംഗിക ആസക്തി അധികമുള്ളവർ ഈ മലപ്രായ ആശ്രമത്തിലൊക്കെ ഒത്തിരി പേര് വരും. എന്നോട് പറയുന്ന ഒരു പ്രശ്നമാണ്, വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട്. നീ ഉച്ചയും കൊന്നിരുന്ന് പ്രാർത്ഥിച്ചാലും ആ ബലഹീനത പോകില്ല. ശരീരത്തെ ശരീരം കൊണ്ട് തോപ്പിക്കണം. അതിന് ശരീരത്തിൽ നീ പെയിൻ എടുക്കണം. അതിലൊരു പെയിനാണ് ഉപവാസം. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമന്നു. മനസ്സിലും ആത്മാവിലും ഒന്നുമല്ല. കർത്താവിന് മേളിലിരുന്ന് പറയാമായിരുന്നു, പാപമെല്ലാം നീങ്ങിപ്പോട്ടെ. അങ്ങനെ പറഞ്ഞാലും നടന്നേനെ. പക്ഷെ അതിന്റെ പ്രോസസ് അതല്ല. നീ ശരീരത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശരീരം കൊണ്ട് അതിനെ തോൽപ്പിക്കണം. അത് കുമിഞ്ഞുകൂടി ക്ലാവ് പോലെയായി കട്ട പിടിച്ചപ്പോൾ നിന്റെ ശരീരം കൊണ്ട് അത് സാധിക്കുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ ശരീരമായി ഇറങ്ങി വന്ന് അവൻ നിന്റെ പാപത്തെ അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് നിനക്ക് വേണ്ടി അവൻ കുരിശ് ചുമന്ന് കാൽവറിയിലേക്ക് കയറി അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നതോർത്തെങ്കിലും ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടാകും. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടേ. മരിക്കുന്നതിന് മുമ്പ് അത് വേണ്ടേ? കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങ് നമുക്കൊരു എന്താ പറയുക, തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറയത്തില്ല. അത് കേരളം എന്ന് കേൾക്കുമ്പോഴല്ല, കർത്താവ് എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം. എന്റെ കർത്താവ് മഗ്ദലക്കാരത്തി മറിയ വിളിച്ച പോലെ. കല്ലറയിലേക്ക് ഓടിച്ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. നിൽക്കുന്ന 2 പുരുഷന്മാരോട് അവൾ ചോദിച്ചത്, ഇന്നലെ ക്രൂശിച്ച ഒരു യേശു ഉണ്ടല്ലോ, ആ പുള്ളി എന്തിയെ കാണുന്നില്ലല്ലോ എന്നൊന്നുമല്ല ചോദിച്ചത്. പിന്നെന്താ ചോദിച്ചത്? ആ വാക്കിലാണ് ഞാൻ പറയിട്ടിരിക്കുന്നത്. എന്റെ കർത്താവിനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുവരും? എന്റെ കുഞ്ഞെന്നൊക്കെ പറയത്തില്ല, ആ ഫീലിലാണ്. മർത്തോമാ ശ്ലീഹ അതാണ്ട് ഇവിടെ ഇരിക്കുന്നു, തിരുശേഷിപ്പ് നിരണം പള്ളിയാണല്ലോ. മർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളി എന്ന് പറയുന്ന ഈ പള്ളി കർത്താവിനെ മർത്തോമാ ശ്ലീഹ കണ്ടെന്ന് പറയും. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഇതാണ് ക്രിസ്തുവിനുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ല കർത്താവ് ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരണമേ, അത് സാധിപ്പിച്ചു തന്നു. ഉടനെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് അങ്ങോട്ട് എങ്ങനെയാണ്? ഇത് ചിന്തിക്കണം. അപ്പൊ അകത്തുള്ള നിനുവ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ മോശ കൈയുയർത്തി നിന്നപ്പോൾ അമ്മാലേക്ക് തോറ്റു. ശരീരത്തിൽ നീ പെയിൻ എടുത്താൽ നിങ്ങൾ വിജയിക്കും. 1 പത്രോസ് 4:1 കൂടെ ഒന്ന് വായിക്കാം. 1 പത്രോസ് 4:1 ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നതിന്റെ മറ്റൊരു ഭാവപ്രകടനമാണത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിക്കണം. എവിടെ കഷ്ടം ധരിച്ചിരിക്കുന്നതുകൊണ്ട്? ജഡത്തിൽ.
അപ്പൊ ശരീരത്തിൽ കർത്താവ് കഷ്ടം അനുഭവിച്ചുകൊണ്ട് അതേ ഭാവം നിങ്ങൾ എടുക്കണം. എങ്ങനെ എടുക്കണം? അടുത്ത വരിയോടെ വായിക്കണം. ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര അധീനരാകിയാൽ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇതാണ് അതിന്റെ പ്രയോജനം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഭീകരമായ അസുഖമുള്ളവർ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഇനി പ്രത്യേകം കഷ്ടമൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിൽ കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അങ്ങില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. അല്ല പെരുപ്പിച്ചു തരുന്ന, സാമ്പത്തികമായ അഭിവൃദ്ധി തരുന്ന അങ്ങനെ ഒരു ക്രിസ്തു ഇല്ല. അങ്ങനെ ക്രിസ്തുവേ ഇല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ജീവിതത്തിലേക്ക് അവൻ എത്തിച്ചു കൊണ്ടുവരും. അത് വേറെ കാര്യം. അതുകൊണ്ട് ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മാനുഷിക മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളെ വിട്ടൊഴിയും. അതുകൊണ്ട് അസുഖമുള്ള എല്ലാവരും സമാധാനിച്ച് സന്തോഷമായിട്ടിരുന്നോളൂ. പാപം നിങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കും. ഇല്ലാത്തവർ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 9:27 അതുകൂടെ വായിച്ചിട്ട് ഇതാ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കും. 1 കൊരിന്ത്യർ 9:27. 1 കൊരിന്ത്യർ 9:27 ആണോ വായിക്കുന്നത്? 9:27. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതെ ഇരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. നമുക്ക് തലകളെ ഒന്ന് വണക്കാം. മുമ്പിലത്തെ പ്രാർത്ഥന ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. യേശുമ്പുരാനെ മഹാഭാവിയാണ്. കരുണയും കൃപയും ലഭിപ്പാൻ യോഗ്യതയില്ലാത്തവനാണ്. എങ്കിലും മഹാഭാവിയാനോട് കരുണ തോന്നണമേ. കൃപകൾ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത്, പാപത്തെ തോൽപ്പിക്കാഞ്ഞതിനെ ഓർത്ത്, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതിനെ ഓർത്ത്, അവിടുത്തെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, നിന്നെ ഓർക്കാതെ ഇരുന്നതിനെ ഓർത്ത്, മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, ഞാൻ ആരാണെന്ന ബോധ്യത്തെ മറന്നതിനെ ഓർത്ത്, എൻ്റെ മലിനതകളെ ഓർക്കാതെ പോയതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, ഇങ്ങനെ സകലത്തിലും നിന്റെ ഹിതത്തിനെതിരായി ചെയ്തതിനെയെല്ലാം ഓർത്ത് ഞാൻ പരിതപിക്കുന്നു. കരുണയ്ക്ക് പോലും അർഹനല്ലാത്ത എന്നോട് കരുണ തോന്നണമേ. പുണ്യമില്ലാത്ത ഈ കണ്ണുനീർ പാപിനിയുടെ കണ്ണുനീർ പോലെ കൈക്കൊള്ളണമേ. നിനക്ക് എന്നേക്കും സ്തുതി. ആമീൻ.